6-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം ഞാനൊന്ന് വിശദീകരിക്കാം. 6-ാം അധ്യായത്തിൽ 6 മുദ്രകളാണ്. അതായത് 7 മുദ്രകളിൽ 6 എണ്ണത്തിൻ്റെ ഭേദനമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ചിലർ ചോദിച്ചു, ഈ മഹാപീഡനം എപ്പോഴാ, മഹോദരം എപ്പോഴാ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പഠനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എൻ്റെ ഈ പീഡനം. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇടയ്ക്ക് പറയാം. അപ്പോൾ ആദ്യം ഈ വിഷയം ഒന്ന് ഗ്രഹിക്കട്ടെ, എന്നിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. കുമ്പനാടങ്ങാണ്ട് ഈ വർഷം അതിനൊരു പാട്ട് പാടിയപ്പോൾ ആളുകൾ എഴുതി കൊടുത്തു ആ പാട്ട് ഒന്നുകൂടെ പാടണമെന്ന്. അത് വീണ്ടും എഴുതി കൊടുത്തു ഒന്നുകൂടെ പാടണം. വീണ്ടും എഴുതി പാടിയ ആളും അടുത്തു. അപ്പോൾ പറഞ്ഞു, ഇനി എന്നോടത് പാടാൻ പറയരുത്, കാരണം വേറെ പാട്ട് പാടാൻ കിടക്കുകയാണ്. അപ്പോൾ എഴുതിയ ആൾ പറഞ്ഞു, ആദ്യം ഇതൊന്ന് പാടി ശരിയാകട്ടെ, എന്നിട്ട് വേറെ പാടാമെന്ന് പറഞ്ഞു. ഇതൊന്ന് വൃത്തിക്ക് പാടി അതൊന്ന് വിജയിക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാമെന്ന് പറഞ്ഞല്ലേ. നമുക്ക് ആദ്യം ഇതൊന്ന് ഗ്രഹിക്കാം, എന്നിട്ട് പീഡനമാണോ സ്ഫോടനമാണോ എന്നൊക്കെ പതുക്കെ പോകാം. സ്തോത്രം. ഇപ്പം എന്നോട് ചിലരിപ്പോൾ ഇതിനിടം ചോദിച്ചു, മിട്രിബുലേഷനാണോ, പ്രീ ആണോ, പിന്നെ പോസ്റ്റാണോ, അങ്ങനെ 3 വാദം അല്ലേ. ഇതൊന്നും അല്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോ, അതെന്താണെന്നൊക്കെ ഗ്രഹിച്ചു വരാം. അപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് എപ്പോഴും ബൈബിളായിരിക്കണം മാനദണ്ഡം. തിയോളജി എന്ന ഡെവലപ്പ് ചെയ്തൊരു ശാസ്ത്രത്തെക്കാൾ ബൈബിളിലൂടെയാണ് പോകേണ്ടത്. ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ, കാൽവിനുണ്ടാക്കിയതും അർമീനിയനുണ്ടാക്കിയതുമായ സിദ്ധാന്തത്തിലേക്ക് ബൈബിളിനെ വളച്ചൊടിക്കരുത്. അവരെ വേണം ഇങ്ങോട്ട് ഓടിക്കണം. അത് ചെയ്യണ്ടേ. അതാണ് രക്ഷയുടെ ഭദ്രതയാണോ, രക്ഷ നഷ്ടപ്പെടുമോ, ഇടയ്ക്ക് വെച്ച് പോവോ, ഇനി ചോദ്യമൊക്കെ വരുമ്പോൾ ഓർക്കണം, 2 തിയോളജന്മാർ അവിടെ നടത്തിയൊരു അടിയാണ്. നമ്മളെന്തിനാണ് ഇതിൻ്റെ പുറകെ പോകുന്നത്? അതിലും വലുത് ബിബ്ലിക്കലായിരിക്കണം ചിന്ത. അപ്പോൾ പോസ്റ്റാണോ, മിഡാണോ, പ്രീ ആണോ എന്നൊക്കെ നമുക്ക് പഠിച്ചു വരാം. ആദ്യം ശ്രദ്ധിക്കുക. അപ്പോൾ ചാപ്റ്റർ 6. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ റാപ്ചർ എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞില്ല, എടുക്കപ്പെടുന്നതും പറയാം. ആദ്യം ഒന്ന് മനസ്സിലാക്കണം, ചാപ്റ്റർ 4-ൽ റാപ്ചർ ഇല്ല, എടുക്കപ്പെടലില്ല. എടുക്കപ്പെടൽ അവിടെ ഉണ്ട് എന്ന വാദത്തിന് ഒരു വാക്യമുണ്ട്, ഇവിടെ കയറി വരിക. ഇവിടെ കയറി വരിക എന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അടുത്ത വാക്യം അത് തീരെയല്ല അവിടുന്ന്, സെമിക്കോളനാണ്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചിട്ട്. ഈ ബൈബിളിലെ വാക്യം ഒരിക്കലും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കരുത്. സെൻറ്റൻസ് തീർക്കണം. സ്പ്ലിറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാം, കൺക്ലൂഷനിൽ വരാൻ പാടില്ല. അപ്പോൾ തിങ്സ് ടു കം അല്ലെങ്കിൽ എസ്കറ്റോളജിക്കൽ വിഷൻസ് ഞാൻ നിനക്ക് തരാം. അപ്പോൾ വിഷൻസിന് വേണ്ടിയാണ് ഈ കൊണ്ടുപോകുന്നത്. യോഹന്നാൻ പോയത് ഈ വിഷന് വേണ്ടിയാണ്. അത് സ്വർഗത്തിൽ മാത്രമല്ല പോയത്, തുറക്കപ്പെട്ടൊരു സ്വർഗം ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. യോഹന്നാൻ അങ്ങോട്ട് പോയിന്നല്ല, അത് കണ്ടു, വിഷൻ കണ്ടു, വിഷനാണ്. നെക്സ്റ്റ് അതിനനന്തരം, ഈ വിഷനനന്തരം കാണുന്നൊരു കാഴ്ച, യോഹന്നാനെ കൊണ്ടുപോയി വീണ്ടും ഒരിടത്ത് അവനെന്നെ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. കണ്ടല്ലോ, അവിടെ നിന്ന് പറയാണ്, അവനെന്നെ ആത്മവിവശതയിൽ ഒരു മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പല യാത്രയുണ്ട് ഈ വിഷനകത്ത്, മനസ്സിലായോ? അപ്പോൾ ഒരിടത്തേക്ക് തന്നെയല്ല പോയത്, സ്വർഗം കാണിക്കാൻ കൊണ്ടുപോയി, ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി, ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി. പല ആംഗിളിലാണ് കാഴ്ചകൾ കാണിക്കുന്നത്. അണ്ട് യോഹന്നാൻ എന്ത് സംഭവിച്ചു എന്നത്, സഭയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിൻ്റെ തെളിവല്ല. അണ്ട് റാപ്ചർ എപ്പോഴാന്ന് പിന്നെ പഠിക്കാം. തൽക്കാലം നമുക്ക് അധ്യായങ്ങളെ ബേസ് ചെയ്ത് ഒന്ന് മുമ്പോട്ട് വേഗത്തിൽ പോകണം. 22 വരെ പോയിട്ട് വന്ന് അത്തരം ടോപ്പിക്കുകൾ കൈകാര്യം ചെയ്യാം. നമ്മൾ പതുക്കെ ആയിപ്പോയി, ഇന്നലെ അല്പം ലാഗ് ചെയ്തു കാര്യങ്ങൾ. അതുകൊണ്ട് ശ്രദ്ധിച്ചാട്ടെ. 6-ാം അധ്യായത്തിൽ 6 മുദ്രകൾ, 7 മുദ്രകൾ ആകെയുണ്ട്. അതിൽ 6 മുദ്രകൾ ഭേദിക്കപ്പെടുന്നു. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുമ്പോൾ ഇതൊന്ന് വായിച്ച് കഴിഞ്ഞിട്ട് 2 പേര് വായനയ്ക്കിരിക്കണമെങ്കിലേ തീരുള്ളൂ. കാരണം ഒരാളങ്ങോട്ട് വായിച്ച് തീരുകയും അടുത്ത ആളുടെ വായിക്കേണ്ടി വരത്തക്ക വിധം ഒരു ക്രമീകരണമുണ്ട്, ഈ വാക്യപ്രതിവാക്യം പോലെ. മനസ്സിലായോ? ഇല്ലെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ ചെറിയ ഭാര്യയും ഭർത്താവുമായിട്ട് ചെറിയ മുഷിയുമ്പോൾ 2 പേര് പറയുമല്ലോ, ആ ഒരു ടോണ് നീക്കണം ബൈബിൾ വായിച്ച്. നിങ്ങൾക്ക് എന്നാ ഒരു അപരിചിത്വം പോലെ. മനുഷ്യരല്ലേ നമ്മളെല്ലാം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീട്ടിൽ മുഷിയല്ലേ. അപ്പോൾ ഒരാളൊന്ന് പറയുന്നു, അതിനനുസരിച്ച് ഇപ്പുറത്ത് നിൽക്കുന്ന ആളും അപ്പോൾ ആ ഒരു ടോണി നിൽക്കണമെന്ന് വായിക്കുന്നു. നന്മയ്ക്ക് വേണ്ടി ഇവിടെ ആ കഴിവൊന്ന് ഉപയോഗിക്കുക. അതിനാ പറഞ്ഞു, നമ്മളൊന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. ഇത്തരം കഴിവുകൾ എന്തിനു വേണ്ടി? നന്മയ്ക്കൊന്ന് ഗതി തിരിച്ചുവിടുക. അതിനാ പറഞ്ഞു. ശരി, അപ്പോൾ 6-ാം അധ്യായത്തിലെ കാഴ്ച, കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചു. അപ്പോൾ ജീസസ് കർത്താവാണ് മുദ്രാഭേദനം നടത്തുന്ന ആൾ. മുദ്രഭേദിക്കുന്ന കർത്താവ് ഇത് ചെയ്യുമ്പോൾ ആദ്യം കണ്ടത് 4 ജീവികൾ, സ്വർഗീയ ജീവികളിൽ 4 ജീവികളിൽ ഒന്ന്
ഇടിമുഴക്കം പോലെ പറയുന്നു വരിക. അപ്പം പറച്ചിൽ ഗൗരവമുണ്ട്. വ്യാഖ്യാതാക്കൾ ആരും ഇത് ശ്രദ്ധിച്ചിട്ടില്ല പല പുസ്തകങ്ങളിലും എന്നാണ് എൻ്റെ ഒരു പരിഭവം. ഈ ജീവി എന്തിനാണ് പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. ആ മൃഗത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു പോവാണ്. കാരണം ഈ 4 മുദ്രകൾക്ക് 4 ജീവികൾ വരിക 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 എന്ന് പറയുന്നുള്ളൂ. ജീവികളിൽ ഒന്നെന്നാണ് പറയുന്നത്. ഒന്നാം ജീവി ഒരു സിംഹം. സിംഹം ഗർജിക്കുമ്പോൾ ആ സിംഹഗർജനത്താൽ ജീവി വിളിക്കുന്നു വരിക. അത് വിളിക്കുമ്പോൾ വരുന്നതാകട്ടെ ഒരു വെള്ളക്കുതിര. രണ്ടാം ജീവി വിളിക്കുന്നു. അപ്പോൾ വിളിക്കുന്ന ജീവി കാളമുഖമുള്ള ഒരു ജീവി. വരുന്നതാകട്ടെ ചുവന്ന കുതിര. മൂന്നാം ജീവി മനുഷ്യമുഖമുള്ള ഒരു ദൂതൻ. വരുന്നതാകട്ടെ കറുത്ത കുതിര. 4-ാം മുദ്ര ഭേദിക്കുമ്പോൾ വരുന്നത് കഴുകൻ. അപ്പോൾ വരുന്നതാകട്ടെ ഒരു മഞ്ഞക്കുതിര. ഞാൻ മഞ്ഞ വിശദീകരിച്ചു. ആക്ച്വലി മഞ്ഞ എന്നല്ല, വിളറിയ പച്ച. അപ്പോൾ വിളറിയ പച്ചയ്ക്ക് മഞ്ഞയെന്ന് പറയാം, കുഴപ്പമില്ല. പെയിൽ ഗ്രീനാണ്, തെറ്റൊന്നുമല്ല. പക്ഷെ ആ പച്ച വരണം അവിടെ, എങ്കിലേ വ്യാഖ്യാനം പൊരുത്തപ്പെടൂ. 4 നിറങ്ങൾ കാണുന്നു. 4 കുതിരകൾക്ക് 4 നിറങ്ങൾ: വെള്ള, ചുവപ്പ്, കറുപ്പ്, പച്ച. 4 കുതിരകളെ കാണുന്നു, 4 ജീവജാലങ്ങളെ കാണുന്നു. അവയുടെ സ്വഭാവം കേൾക്കുക. ഒന്നാം ജീവി സിംഹസദൃശ്യം, രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യം, മൂന്നാം ജീവി മനുഷ്യന് സദൃശ്യം, 4-ാം ജീവി കഴുകന് സദൃശ്യം. ഇവയാണ് വിളിക്കുന്നത്. 4 കുതിരകൾക്കും 4 വിധ രീതികൾ. സിംഹം വിളിക്കുമ്പോൾ വന്ന കുതിരയുടെ പുറത്തൊരുവൻ ഇരിക്കുന്നു. വാക്യം കൂടെ വായിച്ചു പോക്കോളൂ. ഇന്നലെ പറഞ്ഞാണെങ്കിൽ ഒന്നുകൂടെ വായിക്കാം. വാക്യം വായിച്ച് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. വായിക്കാം. ഒന്നാം കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ 4 ജീവികളിലൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് കേട്ടു. മക്കൾ അടങ്ങിയിരുന്നാട്ടെ, ശാന്തമായിട്ടിരിക്കണം. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാണ്. നേരെ ഇരി. നേരെ ഇന്നലെ ഞാൻ പോയടുത്തൊരു ശിക്ഷ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കുന്ന കക്ഷികൾക്ക്. ഞാനൊന്ന് പറഞ്ഞുതരാം. ഇനി ഏതെങ്കിലും കുട്ടികൾ ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങളുടെയൊക്കെ കല്യാണം ഞാൻ നടത്തിയിട്ടേ പോവുള്ളൂ. ഞാനറിയോ, ഇതിൽപ്പോൾ ഒരു ശിക്ഷ മനുഷ്യന് കിട്ടാനില്ല. എന്തിനാ മോനെ ഈ ജീവപര്യന്തമൊക്കെ? എന്തിനാ മനുഷ്യനെ തൂക്കിക്കൊല്ലുന്നത്? തല വെട്ടേണ്ട കാര്യമൊന്നുമില്ല. ചിലത് ഒത്ത് കിട്ടിയാലോ ഒത്തതാ. അതാ പറഞ്ഞിരുന്നേ. അതുകൊണ്ട് അച്ചടക്കമില്ലാത്ത പണി ആരെങ്കിലും കാണിച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഈ പറ്റിയേ ചെറുപ്പത്തി. മനസ്സിലായോ? നമ്മളെല്ലാം ചെറുപ്പത്തി ചെയ്തോ കുസൃതി കാണിച്ചതിൻ്റെ ശിക്ഷയാണ് നമ്മളിന്ന് അനുഭവിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞപ്പോൾ രസകരമായൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറാം. ഒന്ന് റിലാക്സ് ചെയ്യാനും പറ്റിയ കാര്യം അങ്ങോട്ട് കേൾക്ക്. പണ്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ പുള്ളിക്കാരൻ സിഗരറ്റ് വലിക്കുകയൊക്കെ ചെയ്യുന്നൊരു പാർട്ടിയായിരുന്നു. ആ പുള്ളിക്കാരി ഈ പുള്ളിക്ക് ഒരു കുഴപ്പമേ ഉള്ളൂ, സിഗരറ്റൊക്കെ വലിക്കും. അപ്പോൾ ഈ പാസ് ചെയ്യുന്നപ്പോഴത്തേക്ക് അറിഞ്ഞോ, ഈ ഞങ്ങളുടെ വീട്ടിലെ അച്ചാൻ വിടേണ്ടതിനെ വിട്ട് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് വന്നില്ലെങ്കിൽ ഈ വീടിന് വിടുതലില്ലെന്നാണ് ദൂതെന്ന് പറഞ്ഞു. എന്തോ ഈ വലിയൊക്കെ നിർത്തി പുള്ളി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഈ പുള്ളി കയറി വരുന്നു. ആരാ? വലിക്കുന്ന അച്ചാൻ. ആൻറ്റി പറഞ്ഞങ്ങോട്ട് തിരികെ പുള്ളി ഇത് കേട്ടുകൊണ്ട് കയറി വരിക. പാസ് ചെയ്ത് അറിയാതെ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പറഞ്ഞു നിർത്ത്. ഇവിടെ എന്തോ ഇപ്പോൾ പറഞ്ഞേ, ഞാൻ വിടേണ്ടതിനെ വിട്ട് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഞാൻ മക്കളെ ഓർത്തത് ചെയ്തില്ല. ഏതാ? വിടേണ്ടതിനെ വിട്ടുമില്ല, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചുമില്ല. പണ്ടേ ഞാനായി ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞോലേ. ഇനി മക്കൾ വിഷയം ഉണ്ടാക്കിയാൽ ഭയങ്കര ശിക്ഷയായിരിക്കും. ആ വെള്ളം കുപ്പിയൊക്കെ മാറ്റി വെച്ചു. നീ വെള്ളം കുടിക്കുന്നൊരു കാലം വരും, മാറ്റി വെച്ചു. എന്നിട്ട് മാറ്റി. ഇതൊന്നും ആയിട്ടില്ല മോനെ, ഒന്നും ആയിട്ടില്ല, ശ്രദ്ധിച്ചിരിക്കോട്ട്. അപ്പോൾ നമ്മുടെ വിഷയം വിടരുത്. വായിച്ചോ അവിടെ. അതിന്മേലൊരുത്തനിരിക്കുന്നു, കയ്യിലൊരു വില്ലുണ്ട്, ആയുധമുണ്ട്. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അങ്ങനല്ലേ? അപ്പോൾ ഇവൻ സമാധാനം പറഞ്ഞു വരുന്നൊരു ശക്തിയാണ്. പക്ഷെ കയ്യിൽ ആയുധമുണ്ട്.
എന്താണ് ഈ 4 കുതിരകൾ? ശ്രദ്ധിക്കണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇഹലോകത്തിലേക്കുള്ള ജഡധാരണം, ജഡം ധരിച്ച് യേശു മനുഷ്യനായി ദൈവപുത്രൻ വന്ന ആ ഘട്ടത്തിൽ യേശുവിനെ എതിരേൽക്കാൻ ലോകമൊരുങ്ങിയിരുന്നു എന്ന ഇതുവരെ നമ്മൾ പഠിച്ചേ. 4 സാമ്രാജ്യങ്ങൾ യേശുവിനെ പണ്ട് കാത്തിരുന്നു. നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏതൊക്കെയാണ്? ബാബിലോൺ, മീഡോ പേർഷ്യ, ഗ്രീസ് ആൻഡ് റോം. ലോകം യേശു വരാൻ വേണ്ടി ഒരു വിളനിലമായി തീർന്നു. കർത്താവിൻ്റെ വഴിയൊരുക്കുവീൻ എന്ന യെശയ്യാ പ്രവാചകന്റെ വചനം പോലെ ഒരുക്കപ്പെട്ട വഴിത്താരയിലൂടെ യേശു വന്നപ്പോൾ കാലസമ്പൂർണതയായി യേശു പിറവി കൊണ്ടു. ലോകമൊരു ഭാഷയ്ക്ക് കീഴിൽ, ലോകമൊരു സംസ്കാരത്തിന് കീഴിൽ, ലോകത്തേറ്റവും കിടയറ്റ സൗകര്യങ്ങൾ ഒക്കെ അക്കാലഘട്ടത്തിൽ ഉണ്ടായപ്പോഴാണ് സുവിശേഷം ഇഹലോകത്തിൽ ഉണ്ടാകുന്നത്. ഇന്നും സസൂക്ഷ്മം ശ്രദ്ധിക്കുക. ലോകം ഒരു ഭാഷയ്ക്ക് കീഴിലേക്ക് പോകുന്നു. ലോകത്തെ മനുഷ്യജീവിതങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു. നല്ല യാത്രാ സൗകര്യങ്ങളുണ്ടാകുന്നു. ഇത് സൂചിപ്പിക്കുന്നത് യേശു വീണ്ടും വരാറായി. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം മുഴുലോകത്തോടും പ്രസംഗിക്കണം, അപ്പോൾ യുഗാവസാനം വരണം എന്ന പ്രവചനം നിറവേറാൻ കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ യേശുവിൻ്റെ 2ാം വരവിന് മുമ്പും ഒരു 4 ലോകശക്തികൾ യേശു വരാൻ, യേശുവിനെ എതിരേൽക്കാൻ ഒരുങ്ങുന്നു. അതാണ് ഈ 4 കുതിരകൾ. ഓക്കെ, അപ്പോൾ ഈ കാലഘട്ടത്തിലെ ഒരു സാമ്രാജ്യ ശക്തി ഏത്? ഈ കാലഘട്ടത്തിലെ ഒരു ലോകശക്തി ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമറിയാം. അത് ബ്രിട്ടനാണ്. വൈറ്റ്സിൻ്റെ പവറാണ്, വെള്ളക്കാരൻ്റെ പവറാണ്. ബ്രിട്ടൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബ്രിട്ടനെ മാത്രമല്ല, ബ്രിട്ടനിൽ നിന്ന് മാറിപ്പോയതാണ് അമേരിക്ക, ബ്രിട്ടനിൽ നിന്ന് മാറിപ്പോയതാണ് ഓസ്ട്രേലിയ. പാശ്ചാത്യ ലോകമാണ് ലോകത്തിൻ്റെ 1ാമത്തെ ശക്തി എന്ന് പറയുന്നത്. അവിടെ നമ്മളൊരു ജീവിയെ കണ്ടു, സിംഹം. നന്നായി പഠിക്കുക. സിംഹം ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ചിഹ്നമാണ്. അപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ ലോകത്തെ മുഴുവൻ കാൽക്കീഴാക്കി ഇന്ത്യ വരെയുള്ള രാഷ്ട്രങ്ങളെ അടക്കി ഭരിച്ചു. അവരുടെ കോളനിയായിരുന്നു പണ്ടെല്ലാം, കോമൺവെൽത്ത്, ഇതൊക്കെ നമുക്കറിയാമല്ലോ. ഈ പവർ പറഞ്ഞതെല്ലാം സമാധാനമാണ് ലോകത്തോട്. സാഹിബിൻ്റെ ആ ചിരി നിപ്പും കണ്ടാലേ നമുക്ക് മനസ്സിലാകും അവൻ സമാധാനം നമുക്ക് തന്നിട്ടേ പോവുള്ളൂ. പക്ഷെങ്കിൽ കയ്യിലൊരായുധമുണ്ട്. യുദ്ധം കൊണ്ട് ലോകത്തെ ചിരിച്ച് കാൽക്കീഴാക്കിയ ആളുകളാണ് ആരാ? പാശ്ചാത്യർ. അടുത്തത് 2ാമതൊരു ജീവി പറയുക, വരിക. വായിച്ചോളൂ. 2ാം ജീവിയായ കാള പറയുന്നു, വരിക. വന്നത് ചുവന്ന കുതിര. ലോകത്തിൻ്റെ 1ാം ശക്തി വെള്ളയെങ്കിൽ സായിപ്പിൻ്റെ ചിരിയും ചിന്തയും അവൻ്റെ രൂപവും എല്ലാം വെള്ളയെങ്കിൽ 2ാം ശക്തി ചുവപ്പാണ്. ചുവപ്പിൻ്റെ പ്രത്യേകത നോക്കുക. 2ാം ശക്തി ചുവപ്പാണ്. മംഗോളിയ സമൂഹം ആണ് 2ാമത്തെ ശക്തി ലോകത്തിൻ്റെ എന്ന് വെച്ചാൽ അതൊന്ന് അടുത്തു പഠിക്കാം. പാശ്ചാത്യ ശക്തികൾ ആയുധം കൊണ്ട്, അവരുടെ കുടില തന്ത്രജ്ഞത കൊണ്ട് ലോകത്തെ മുഴുവൻ കാൽക്കീഴാക്കി ഭരിക്കും കാലത്ത് അവരെ വെല്ലുവിളിച്ചുകൊണ്ടൊരു 2ാം ശക്തി ഉദയം ചെയ്തു. ആ 2ാം ശക്തി നമുക്ക് മനസ്സിലായി ഏതാണെന്ന്. ആ 2ാം ശക്തിയെ വിളിക്കുന്ന ഒരു ജീവിയെ കൂടി ശ്രദ്ധിക്കുക. അത് കാളയാണ്. കാള മുഖം ചുമലിൽ വെച്ച് പണിയെടുക്കുന്ന ഒരാളിൻ്റെ പ്രതിനിധിയാണ്. വണ്ടി വലിക്കലാണ്, മുഖം ചുമക്കുകയാണ്, തല്ലുകൊണ്ട്, ചാട്ടവാറ് കൊണ്ട് തല്ലുകൊണ്ട് പണിയെടുക്കുന്ന ജീവിയാണ്. ഈ ജീവിയുടെ വിളി ചരിത്രത്തിലെ പ്രധാനപ്പെട്ടൊരു വിളിയാണ്. പാശ്ചാത്യരെ വെല്ലുവിളിച്ചുകൊണ്ട് ഉദയം ചെയ്ത ഈ ജീവിയുടെ വിളി എന്തായിരുന്നു? നമുക്കത് എളുപ്പമാണ്. സർചക്രവർത്തിമാരെ നിശേഷം തോൽപ്പിച്ചുകൊണ്ട് തൊഴിലാളികൾ ഉണർന്ന് ലോകത്തിൻ്റെ പല മണ്ഡലങ്ങളിൽ വിപ്ലവാത്മകമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ മുഴുവൻ ചിന്താഗതികളെ അടിമുടി മറിച്ച് ഉലകത്തിൽ ഉദയം ചെയ്ത കമ്മ്യൂണിസ്റ്റ് വീക്ഷണഗതികളുടെ ആവിർഭാവമാണത്. തൊഴിലാളികളെ സംഘടിപ്പിക്കൽ,
സർവ്വരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇതാ ഒരു പുതിയ ശക്തി ഉദയം ചെയ്തു റഷ്യയുടെ നേതൃത്വത്തിൽ. അത് ചൈനയിലേക്ക്, വിയറ്റ്നാമിലേക്ക്, ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് സ്വാധീനമുറപ്പിച്ചു വളരുമ്പോൾ രണ്ടാം ശക്തിയുടെ പ്രത്യേകത മനുഷ്യൻ, വായിച്ചോളൂ, ഭൂമിയിൽ നിന്ന് വായിച്ചോ, ഇപ്പോൾ വായിച്ചു തന്നെ രണ്ടാം അതിൻ്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനമെടുത്തു കളയേണ്ടതിന് അനുവാദം ലഭിച്ചു. ഒരു വലിയ വാള്. ഇപ്പം രണ്ടാം ശക്തിയാകുന്ന റഷ്യയ്ക്കും വലിയ വാള് വലിയ ശക്തിയായിരുന്നു. ഒരുവൻ്റെ കയ്യിൽ വില്ലാണ് ആയുധമെങ്കിൽ അടുത്തവൻ്റെ കയ്യിൽ വാളാണ് ആയുധം. രണ്ട് വിധത്തിലുള്ള യുദ്ധരീതിയാണ് കണ്ടത്. ഒരു മുഖാമുഖ യുദ്ധത്തിൽ സൈന്യത്തെ വിന്യസിച്ചുള്ള മുഖാമുഖ ഏറ്റുമുട്ടലിൽ റഷ്യക്കായിരുന്നു മുൻതൂക്കം. എന്നാൽ ഇലക്ട്രോണിക് വാറാണെങ്കിൽ, സ്റ്റാർ വാറാണെങ്കിൽ അമേരിക്കക്കായിരുന്നു മുൻതൂക്കം. അകലെ നിന്നുള്ള യുദ്ധം. മനസ്സിലാകുന്നോ? സ്റ്റാർ വാർ ക്ഷീരപഥങ്ങളിൽ ചേക്കേറിയുള്ള യുദ്ധം, സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുള്ള യുദ്ധം. അഭിമുഖ യുദ്ധത്തിൽ റഷ്യൻ പടയോടോ, ആ കരയുദ്ധത്തിൽ റഷ്യൻ പടയോടൊന്നും നേരിടാൻ സാധിക്കില്ലായിരുന്നു. അത്തരത്തിലുള്ള കരുത്തായിരുന്നു അവർക്കെങ്കിൽ 1945 ഒന്നാം ലോക മഹായുദ്ധ അനന്തരമുള്ള നമ്മുടെ സാമൂഹ്യ ക്രമത്തിന് വന്ന ഒരു ഭീതിജനകമായ കാലാവസ്ഥ ഒരു ശീതയുദ്ധകാലമായിരുന്നു. കോൾഡ് വാർ പീരീഡ്. 45 വർഷമാണ് കോൾഡ് വാർ പീരീഡ്. 1945 മുതൽ 90 വരെയുള്ള കാലം ലോകത്ത് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ടായി. അതിനാണ് പറയുന്നത് കോൾഡ് വാർ. ഈ കോൾഡ് വാർ വാസ്തവത്തിൽ യുദ്ധമല്ല, പക്ഷേ യുദ്ധത്തെക്കാൾ വലിയൊരു പ്രതിസന്ധി. മനസ്സിലായോ? പിടികിട്ടിയോ? അത് മനസ്സിലാത്തവർക്ക് വേണ്ടി പറയാം. ചില വീട്ടിലൊക്കെ ഈ സ്ത്രീകൾ കാണാം ഒന്നും മിണ്ടാതിരിക്കുന്നത്. അവരുടെ ഉള്ളിൽ ഏതാണ്ടൊരു പ്രയാസം വന്നിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. അപ്പോൾ ആ വീട്ടിൽ ചെന്നാൽ ഇവിടെ എന്തോ നടക്കുമെന്ന് തോന്നും, ഒന്നും നടക്കുകയില്ല. എന്നാൽ പിണക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല, അടിയുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഒരുതരം ബഹിഷ്കരണം. അത് തന്നെ കോൾഡ് വാർ. പരീക്ഷിക്കരുത്, അത് വേറെ ഉത്തരം. അങ്കിൾ അത് പിന്നെ പറഞ്ഞു തരാം മക്കൾക്ക് വേണമെങ്കിൽ. ഇത് മുതിർന്നവർക്കുള്ള കോൾഡ് വാർ, കുട്ടികൾക്കുള്ള കോൾഡ് വാർ. പിന്നാലെ വരുന്നു, ശ്രദ്ധിച്ചിരുന്നു. ഇതുപോലെ റഷ്യ അമേരിക്ക ആയുധം ഇങ്ങനെ സ്വരുക്കൂട്ടി ഒരു കൂട്ടർ ഒരു പരീക്ഷണം നടത്തുന്നു, അടുത്ത കൂട്ടർ വേറൊരു പരീക്ഷണം നടത്തുന്നു. അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു എപ്പോഴും ഒരടി നടക്കാം. ലോകം ഭീതിയിലാണ് 45 കൊല്ലം കഴിഞ്ഞ്. അപ്പോഴേക്ക് ഇത് ശരിയല്ലല്ലോ എന്നോർത്തൊരു മധ്യസ്ഥതയ്ക്ക് ഇറങ്ങിയത് നയതന്ത്രജ്ഞനായ നമ്മുടെ പ്രധാനമന്ത്രി നെഹ്റു ആയിരുന്നു. വലിയ വീക്ഷണമുള്ളൊരു പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു. വലിയ എഡ്യൂക്കേറ്റഡായൊരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം ഇറങ്ങി ഇതര രാഷ്ട്രങ്ങളെല്ലാം സംഘടിപ്പിച്ചൊരു പുതിയ ലോക പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കി, ചേരിചേരാ നയം. അത് കേട്ടിട്ടുണ്ടോ നമ്മളല്ലേ? ഒന്നിലും ഞങ്ങൾ ചേരിയല്ല. വളരെ അന്തസ്സോടെ നെഹ്റു എങ്ങും ചേരിയല്ലെന്ന് പ്രസംഗിച്ചിട്ട് രഹസ്യമായിട്ട് അന്ന് തന്നെ റഷ്യയുടെ കൂടെ കൂടുകയും ചെയ്തു. അതാ തന്ത്രജ്ഞനാന്ന് ഞാൻ പറയാൻ കാരണം. അതൊക്കെ വേറൊരു കാര്യം. നമ്മുടെ പോളിസികളുടെ ഗുണങ്ങളായിരുന്നു. നമ്മുടെ അങ്ങനെയുള്ള അന്നത്തെ ആ ഇന്ത്യയുടെ കാലഘട്ടം, രാഷ്ട്രീയ കാലഘട്ടമൊക്കെ ഒത്തിരി രസകരമായിരുന്നു, സങ്കീർണമായിരുന്നു. വളരെ വിചക്ഷണന്മാരായ ആളുകളായിരുന്നു അന്നത്തെ കാര്യാദികൾ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞത് 90കളിൽ നമ്മുടെ രാജ്യത്തിന്, ലോകത്തിന് പുതിയൊരു രാഷ്ട്രീയ ക്രമം. 1990 കഴിഞ്ഞൊരു 10 കൊല്ലം കഴിഞ്ഞാൽ 2000 ഉണ്ടാവും. ഒരു പുതിയ സഹസ്രാബ്ദം. ആ സഹസ്രാബ്ദത്തെ ലോകം വരവേറ്റത് വലിയ ആഘോഷത്തോടെയാണ്. പുതിയ സഹസ്രാബ്ദം 2000 ആണ്ടുകളിലേക്ക് അടക്കുകയാണ്. നമ്മളിൽ പലരും അപൂർവങ്ങളിൽ അപൂർവമായൊരു ഭാഗ്യം കിട്ടിയവരാ. എന്താ അത്? നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലും കഴിഞ്ഞ സഹസ്രാബ്ദത്തിലും ഈ സഹസ്രാബ്ദത്തിലും ഒരുപോലെ ജീവിച്ചു. അങ്ങനെയല്ലേ? ഈ കുട്ടികളിൽ പലർക്കും അതിൻ്റെ ഒരു പ്രത്യേകത അറിയില്ല. അങ്ങനെ നമ്മൾ ചിരട്ട കത്തിച്ച് ഇസ്തിരി ഇട്ട് തേച്ചു, ഇതും കൊണ്ട് ഉപയോഗിച്ചു അല്ലേ? മനക്കണക്കും കൂട്ടി കമ്പ്യൂട്ടർ ഉപയോഗിച്ചു. ഇവർക്കിപ്പോൾ കമ്പ്യൂട്ടറേ ഉള്ളൂ, മനക്കണക്ക് അറിയത്തില്ല. ഇവരിങ്ങനെ അടിച്ചു വരുമ്പോഴേക്ക് നമ്മൾ മനസ്സിൽ പറയാൻ കാര്യം അങ്ങനെയാണ്. അപ്പോൾ രണ്ടിൻ്റെ ഇടയ്ക്ക് ജീവിക്കാൻ കിട്ടിയ ഒരവസരം അല്ലേ? അപ്പോൾ
കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യൻ 90കളിൽ നമ്മൾ പുതുനൂറ്റാണ്ടിനെ വരവേൽക്കാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ കേട്ടുറങ്ങിയ ഒരു ദുരന്തം റഷ്യയുടെ തകർച്ചയായിരുന്നു. സോവിയറ്റ് യൂണിയനിൽ പ്രായം കുറഞ്ഞൊരു പാർട്ടി സെക്രട്ടറി വന്നു, ഗോർബച്ചോവ്. 30 വയസ്സായപ്പോൾ പാർട്ടി സെക്രട്ടറിയായി. അത് വലിയ സംഭവമായി. അദ്ദേഹം കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കരണം, പെരിസ്ട്രോയിക്ക, ഗ്ലാസ്തനസ്, സാമ്പത്തിക പുനഃസംഘടന, ഡീസ്റ്റാലിനൈസേഷൻ, ഇതൊന്നും ഇന്നലെ പറഞ്ഞില്ല. ഇന്നലെ ഡീസ്റ്റാലിനൈസേഷനൊക്കെ പറഞ്ഞാൽ നന്നായി നിങ്ങൾ ഉറങ്ങുമെന്ന് എനിക്കറിയാമായിരുന്നു. ഡീസ്റ്റാലിനൈസേഷൻ, കറണ്ടും ഇല്ല, വിളക്കും ഇല്ല, അന്നേരം ഡീസ്റ്റാലിനൈസേഷൻ. ചുരുക്കി പറഞ്ഞാൽ സ്റ്റാലിനെതിരെ വലിയ ബോധവൽക്കരണം നടത്തി കാത്തലിക് പ്രസ്ഥാനത്തോട് കൂട്ടുകൂടിക്കൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു അട്ടിമറിയിലൂടെ അന്നത്തെ ജോൺ പോൾ രണ്ടാമനും ചേർന്ന് നടത്തിയ ചിലതരം രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ റഷ്യ ശിഥിലമായി പല കഷണായി. USSR എന്ന ആശയം നഷ്ടപ്പെട്ടു. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന USSR തകർന്നുകൊണ്ട് റഷ്യ എന്നൊരു ചെറിയ രാജ്യം മാത്രമായി തീർന്നു. തീരെ ചെറുതല്ല, എന്നാൽ യൂണിയനിലെ അംഗരാഷ്ട്രങ്ങളെല്ലാം വിട്ടുപോയി, സ്വതന്ത്രമായി പ്രഖ്യാപിച്ചു. അങ്ങനെ നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കിടന്നുറങ്ങുന്നത് റഷ്യയുടെ തകർച്ച കേട്ടാണ്. പുതിയ നൂറ്റാണ്ടിലേക്ക് നമ്മൾ കണ്ണു തുറന്നു ഉണർന്നെഴുന്നേറ്റത് അമേരിക്കയുടെ തകർച്ച കേട്ടുകൊണ്ടാണ്. 10 വർഷങ്ങൾ ലോകത്തൊരു ശക്തി ഉണ്ടായിരുന്നുള്ളൂ, അമേരിക്ക. എന്തായിരുന്നു അമേരിക്കയുടെ തകർച്ച? സാമ്പത്തിക തകർച്ച. അമേരിക്ക സാമ്പത്തികമായിട്ട് തകർന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിന്ന് ഏറ്റവും അധികം കടം വാങ്ങി ജീവിക്കുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക. നമ്മൾ ഇന്ത്യയോട് വരെ കടം വാങ്ങുന്നുണ്ട് വളഞ്ഞ വഴിക്ക്. ഇന്നലെ ഞാൻ പറഞ്ഞു, കരുതൽ ഡോളർ ധാരാളമുള്ള രാഷ്ട്രങ്ങളുണ്ട്, റഷ്യക്കും ചൈനയ്ക്കും ഒക്കെ ഉണ്ട്. അമേരിക്ക സമ്പദ് വ്യവസ്ഥ പൊട്ടിക്കാൻ ചൈന തങ്ങളുടെ പക്കലുള്ള കരുതൽ ഡോളർ അവിടെ കൊണ്ട് തട്ടിയാൽ മതി, ക്യാഷ് ചെയ്താൽ മതി, അമേരിക്ക പൊളിഞ്ഞു പോകും. പക്ഷെ അവർ ചെയ്യാത്തത് അമേരിക്കയെ സ്നേഹിച്ചല്ല. ആ കരുതൽ ഡോളറും കൊണ്ട് വണ്ടി കയറുമ്പോഴേ ചൈന പൊട്ടിപ്പോവും. അതാ കുഴപ്പം. അങ്ങനെയാണ് ഈ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഒരു കിടപ്പ്. ചുരുക്കത്തിൽ ഇത്തരം അസ്ഥിരതയുള്ളൊരു കാലഘട്ടത്തെയാണ് നമ്മൾ ഇരുമ്പും കളിമണ്ണും ഒക്കെ കണ്ടത്. പോട്ടെ, ഇപ്പം ഈ 2 ശക്തികൾ അവിടെ നിൽക്കട്ടെ. പാശ്ചാത്യ ശക്തിയും റെഡ് പവറും ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് 2 നിൽക്ക ചെയ്തൊരു 3ാം ശക്തിയുടെ ഉദയം കണ്ടു. വായിച്ചോളൂ. 3ാമത് കേട്ടു. കറുത്ത കുതിരയെ വിളിച്ചത് മനുഷ്യനാണ്. 1ാമത്തെ പവർ വെള്ളയാണെങ്കിൽ 2ാമത്തെ ശക്തി, ലോകശക്തി, 2ാം ലോകം ചുവന്നതായിരുന്നെങ്കിൽ 3ാം ലോകം കറുത്തതാണ്. 3ാം ലോകത്തിൻ്റെ പ്രത്യേകതകൾക്ക് ആ കറുപ്പാണ് നിറം. അതിങ്ങനെ സൗത്ത് ആഫ്രിക്ക മുതൽ ആരംഭിച്ച് പട്ടിണി രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കുക. ഇന്ത്യ, പാകിസ്ഥാൻ, ലങ്ക ഇത്യാദി രാജ്യങ്ങൾ, മ്യാൻമാർ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ചിലത്, ഇവയെല്ലാം കൂടെ എണ്ണിയെടുത്താൽ 3ാം ലോക രാജ്യങ്ങളാണ്. ഈ 3ാം ലോക രാജ്യങ്ങൾ സംഭവിച്ചത് നമ്മൾ കണ്ടു. 3ാം ലോക രാജ്യങ്ങളുടെ പ്രത്യേകതകൾക്ക് ഭക്ഷ്യവസ്തുക്കൾക്ക് ക്ഷാമം, പിന്നെ ഇന്ധനം തീരെ ഇല്ല. ഇത് രണ്ടും ഇല്ലെങ്കിലും ഉപയോഗം വളരെ കൂടുതലുമാണ്. ഇന്ധനം കുറവാണെങ്കിലും ഉപയോഗം ധാരാളം, കാരണം പോപ്പുലേഷൻ കൂടുതൽ. വല്ലാത്ത തിക്ക് പോപ്പുലേറ്റഡായ ഏരിയകളാണിതെല്ലാം. അടുത്തത് ഇല്ലിട്രസിയാണ് മറ്റൊരു പ്രശ്നം. ഗുരുതരമായ മറ്റൊരു പ്രശ്നം ആരോഗ്യ പ്രശ്നങ്ങളാണ്. പോഷകാഹാരമില്ല, സമൃദ്ധമായ ആഹാരമില്ല, ഇന്ധനമില്ല, മരുന്നുകൾക്ക് ക്ഷാമം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നതിൽ വൈഷമ്യം. ഇതാണ് 3ാം ലോക രാജ്യങ്ങളുടെ പ്രത്യേകതയെങ്കിൽ ഈ തേർഡ് വേൾഡിൻ്റെ ക്യാപ്റ്റൻസി ഇന്ത്യക്കാണ്. 3ാം ലോകങ്ങളിൽ പവർഫുള്ളായ സാമ്പത്തിക ശക്തി ഇന്ത്യയാണ്, ആയുധ ശക്തിയുമൊക്കെ ഇന്ത്യയാണ്. പക്ഷെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, വരാനിരിക്കുന്ന ലോകത്തെ നയിക്കുന്നത് തേർഡ് വേൾഡ് ആയിരിക്കും, 1ഉം 2ഉം വേൾഡ് അല്ല, അതിന് താഴെ പോവും. അമേരിക്ക, റഷ്യയൊക്കെ താഴോട്ട് പോയിട്ട് തേർഡ് വേൾഡിൻ്റെ ശക്തിയാണ് ഇനി വരാൻ പോകുന്നത്. തേർഡ് വേൾഡ് ശക്തിപ്പെടുമ്പോൾ ഒത്തിരി അപകടമുണ്ട്. ആ അപകടങ്ങൾ നമുക്ക് പിന്നാലെ ചർച്ച ചെയ്യാം. അപ്പോൾ 3ാമതൊരു മനുഷ്യൻ വിളിച്ചു, ഒരു കുതിരയെ കണ്ടു, കുതിരയുടെ പുറത്ത് ഒരുവൻ ഇരിക്കുന്നു, കയ്യിലൊരു തുലാസ് പിടിച്ചിരിക്കുന്നു. ഓക്കെ, തുലാസ് കൈ പിടിച്ചുകൊണ്ട് തൂക്കാനിരിക്കുകയാണ്, അളവ്.
എന്താണ് തൂക്കുന്നത്? പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ് മൂന്നിടങ്ങഴിയവം. അതെ, ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ കൂലി ആഹാരത്തിനെ കഷ്ടിച്ചു തികയൂ എന്ന സ്ഥിതിയിലേക്ക് തേർഡ് വേൾഡിലെ അവസ്ഥാവിശേഷം അതാ കാണുന്നത്. എന്നാൽ എണ്ണ ഇന്ധനത്തിൻ്റെ പ്രതീകമാണ്. വീഞ്ഞ് ഇപ്പോൾ കട്ടായോ? അപ്പോൾ മൂന്നാം ലോക രാജ്യങ്ങളുടെ പ്രശ്നം നമ്മൾ കണ്ടു. അങ്ങനെ ഇരിക്കെ ഒരു നാലാം ശക്തി ലോകത്തുദയം ചെയ്യുന്നു. വായിക്കാം. ആ പിന്നെ ആ അതിന്മേലൊരുത്തൻ ഇരിക്കുന്നു. അവൻ്റെ പേരെന്തോ? മരണം. തനാട്ടോസ്, അതാണ് ഈ മരണത്തിൻ്റെ ഗ്രീക്ക് വേർഡ്. ഒരുവൻ ഇരിക്കുന്നു അതിൽ. നാലാമത് കണ്ടത് പച്ചക്കുതിരയാണ്. അത് വിളറുകയാണ്, മഞ്ഞയാകാണ്. ഒന്നും രണ്ടും മൂന്നും ലോകങ്ങളുടെ കളർ നമ്മൾ പഠിച്ചെങ്കിൽ നാലാം ലോകം പച്ചയാണ്. ഈ പച്ച രാജ്യങ്ങളെ നമ്മൾ കണ്ടു. അത്തരം രാജ്യങ്ങളുടെ പ്രശ്നം നമ്മൾ കണ്ടു. അവർ നേരിടുന്ന വിപത്തുകളെക്കുറിച്ച് കണ്ടു. അത് ആ രാജ്യങ്ങൾ നേരിടുന്ന അരക്ഷിതാവസ്ഥ കണ്ടു. യുദ്ധങ്ങളും പ്രശ്നങ്ങളും അടിയന്തരമായിട്ട് ഉണ്ടാകുന്നു. പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഈ നാലാം രാജ്യങ്ങളിൽ കണ്ടു. ആ നാലാം രാജ്യങ്ങൾ അവയുടെ ശക്തി ക്ഷയിച്ചിട്ട്, തീവ്രവാദത്തിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ട് അവിടെയൊക്കെ ശക്തി ക്ഷയിക്കുമ്പോൾ നാലാം രാജ്യങ്ങൾ വളരെ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് ഇനി പോകും. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് കേട്ടോ? വായിച്ചു. മരണം, കടുകട്ടിയായ ജീവിത പ്രശ്നങ്ങൾ, മതപരവും രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ മനുഷ്യൻ കൊല്ലുന്ന, ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം വന്നിട്ട് അവിടെയും വിവരിക്കാനാവാത്ത ഒരു പീഡയുടെ കാലം, രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ. ഒടുവിൽ ശേഷം മനുഷ്യർക്ക് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് നാശം വന്നു. ഭൂമിയുടെ കാലംശത്തിന്മേൽ നശിപ്പിക്കാൻ അവയ്ക്ക് അവകാശം സിദ്ധിച്ചു. ഇതാണ് കാരണം. ആ 4 കുതിരകളെ അവിടെ നിർത്താം. ഇവിടെ ന്യായമായി ഉദിക്കാവുന്നൊരു സംശയമുണ്ട്. 4 രാഷ്ട്രങ്ങളോ 4 ലോകശക്തികളോ എന്ന് പറയുമ്പോൾ ഈ 4 ജീവികളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ്. ഒന്നാം ജീവി സിംഹമെങ്കിൽ അത് ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ചിഹ്നമാണ്. രണ്ടാം ജീവി കാളയാണ്, തൊഴിലെടുക്കുന്നതിൻ്റെ പ്രതീകമാണ്. മൂന്നാം ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. നാലാം ജീവി ഒരു മനുഷ്യനാണ്. നാലാം ജീവി ഒരു കഴുകനാണ്. കഴുകൻ അമേരിക്കയുടെ ചിഹ്നമാണെന്ന് പഠിക്കണം. ഇത്തരം രാജ്യങ്ങളെ, ഓയിൽ ഉത്പാദക രാജ്യങ്ങളെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തിയായി അമേരിക്കയാണ് ഇന്ന് നിലകൊള്ളുന്നത്. അതുകൊണ്ട് ആ ആധിപത്യമുള്ള രാജ്യങ്ങളെല്ലാം വീര്യം കെട്ടിട്ട് അഫ്ഗാനെ ഉഴുതുമറിച്ചും ഇറാഖിനെ ഉഴുതുമറിച്ചുമൊക്കെ അമേരിക്ക നടത്തിയ രാഷ്ട്രീയ ഇടപെടലുകൾ വീര്യം കെട്ടു പച്ചയുടെ മഞ്ഞയായി മാറി. ഈ 4 ജീവികൾ സ്വർഗീയ ജീവികളാണ്. അവയെങ്ങനെ ഒരു രാഷ്ട്രത്തിൻ്റെ ചിഹ്നമെന്ന നിലയിൽ എങ്ങനെയാണ് ക്ലബ്ബ് ജയിക്കുക എന്നൊരു ചോദ്യം ഉദിക്കാം. പക്ഷെ പഠിക്കേണ്ടത്, ഭൂമിയിൽ നടക്കുന്ന ഏത് സംഭവങ്ങൾക്കും അത്യുന്നതൻ്റെ നിയന്ത്രണമുണ്ട്, ദൈവത്തിൻ്റെ നിയന്ത്രണമുണ്ട്. ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ദൈവമാണ് രാജ്യത്വം കൊടുക്കുന്നത്, ദൈവമാണ് അധികാരികളെ ആക്കുന്നത്. മനുഷ്യൻ അതിൻ്റെ ചാലകശക്തികൾ മാത്രമാണ്. അപ്പോൾ 4 കുതിരകൾ അവിടെ നിൽക്കട്ടെ. 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിൽ കണ്ടു. അതും ഇന്നലെ വിശദീകരിച്ചു. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി തീർന്നു. പിന്നെ
അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് അതിൻ്റെ കായ്കൾ ഉതിർന്നു വീഴും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പിന്നെ ആകാശം മാറിപ്പോയി. പിന്നെ ആ ആ ആ ആ ആ ആ ആ മതി. ഞങ്ങളുടെ മേൽ വീഴുവി എന്ന് പറഞ്ഞ് ഈ സംഭവം പക്ഷെ പെട്ടെന്നല്ല നടക്കുന്നു. ഇവയെല്ലാം ഗ്രാജുവലായൊരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ഈ സംഭവം ഇത് കഴിഞ്ഞാലുടൻ നടന്നാൽ ബാക്കി പറയുന്ന കാര്യങ്ങൾ നടക്കാൻ ഭൂമിയിൽ ഇടമില്ലെന്ന് വരും. കാരണം ആകാശം മാറിപ്പോയി. പുസ്തകം ചുരുട്ടുന്ന പോലെ ചുരുട്ടി, മലയെല്ലാം സ്വസ്ഥാനത്തുനിന്ന് ഇളകി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി തീർന്നു. ഇത് മറ്റു ചില വിഷയങ്ങളോട് ചേർത്താണ് പഠിക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിലേക്കാണ് പോകേണ്ടത്. 24:15 മുതൽ വായിക്കാം. വായിച്ചോളൂ. ആ ശൂന്യമാക്കുന്ന മ്ലേച്ഛത മറ്റൊരു ഘട്ടത്തിൽ അധികം പറയേണ്ടതുണ്ട്. 28 വാക്യത്തിലേക്ക് ഓടിപ്പോയാട്ടെ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യനിരുളും. പിന്നെ ഈ ഭാഗവും ഇപ്പോൾ വായിച്ച വാക്യവും പാരലാണ്. 6-ാം മുദ്രയും പത്താള സുവിശേഷം 24:28 പാരലാണ്. ഒരേ കാര്യമാണ്. വ്യക്തമായോ? ഒരേ കാര്യമല്ലേ. 2 തവണ അതിലൊന്നൊന്നുമില്ല. ഇനിയുണ്ട് പാരലായ ചില ഭാഗങ്ങൾ. നമുക്ക് അങ്ങോട്ട് ക്രമേണ പോയാൽ മതി. പക്ഷെ അതിനു മുമ്പ് പുസ്തകം തീർത്തിട്ട് വരാം. നമുക്കാദ്യം പുസ്തകത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ കിടക്കുന്നു എന്നറിഞ്ഞിട്ട് വരാം. എന്താ പറയുന്നു? സന്തോഷമല്ലേ? നെക്സ്റ്റ് വൺ 7-ാം അധ്യായം ഇന്നലെ പറഞ്ഞു. ഓർമ്മയുണ്ടോ? 144,000. 7-ാം അധ്യായത്തിലെ 144,000 എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒന്നാണ്. അത് മഹാപീഡന കാലയളവിൽ 12 ഗോത്രങ്ങളിൽ നിന്ന് വേർതിരിയപ്പെട്ട് ദൈവം വേർതിരിച്ച 144,000 പേരാണ്. അവിടെ കാണേണ്ടത് ദാൻ ഗോത്രത്തിൻ്റെ അസാന്നിധ്യമാണ്. അത് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ ഇവരൊരിക്കലും നമ്മളാരുമല്ല, മറിച്ച് ആരാണത്? യഹൂദ സമൂഹമാണ്. ഗോത്രം പറഞ്ഞുകൊണ്ട് നമ്മളാരുമല്ല, അത് വേറെയാണ്. അപ്പോൾ അവരുടെ കാര്യവും പിന്നെ ചർച്ച ചെയ്യാം. ആ വിഷയം വരട്ടെ. അപ്പോൾ നമ്മൾ 7-ാം മുദ്രാഭേദനത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് 8-ാം അധ്യായത്തിൽ കിടക്കാം. ചാപ്റ്റർ 8. ഈ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ മണിക്കൂറും നാഴികയും സൂചിയൊന്നുമില്ല. ഇത് കാഴ്ച കാണുന്ന യോഹന്നാൻ മാനുഷികമായൊരർത്ഥത്തിൽ അദ്ദേഹത്തിന് അനുഭവിച്ച ഫീലിംഗാണ് ഈ പറയുന്നത്. അല്ല, അവിടെ സമയമൊന്നുമില്ല. പക്ഷേ അല്പം കഴിഞ്ഞ് മനസ്സിലാകുന്നു ഒരു പുതിയ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട് സമയത്തിനവിടെ. മാസത്തിൽ അതതരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെന്ന് കാണുന്നത്. അപ്പോൾ മാസമൊക്കെ ഉണ്ട്. സമയക്രമം ഈ രീതിയിലല്ലെന്നേ ഉള്ളൂ, ഇന്ന് കാണുന്ന വിധത്തിലല്ല. അത് ഞാൻ പിന്നീട് പറയാം. നമ്മൾ എന്താ പറഞ്ഞേ, എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, സഭ എടുക്കപ്പെട്ട ശേഷം 7 കൊല്ലം സഭ എവിടെ ആയിരിക്കും? അങ്ങനെ ചോദ്യം വന്നിട്ടില്ലേ? 7 കൊല്ലം എവിടെ ആയിരിക്കും? അതോർത്ത് നമ്മൾ പേടിക്കണ്ട. കാരണം ഇല്ലാത്ത കഥകളൊക്കെ ആൾ പറയാറുണ്ട്. ആ സമയത്ത് മധ്യാകാശത്തിലായിരിക്കും. ആക്ച്വലി മധ്യാകാശം എന്നൊരു വാക്ക് പോലും ഈ വെളിപ്പാട് പുസ്തകത്തിലില്ല. ഗ്യാരണ്ടി തരാം. ആരോ പറഞ്ഞു കേട്ടൊരു പുസ്തകം വായിച്ചിട്ട് അതിൻ്റെ കീഴിൽ നമ്മൾ ചിന്തിച്ച് മൈൻഡ് സെറ്റിങ്ങിന് ആക്കി വെച്ചിരിക്കുകയാണ്. അതിലില്ല. ആട്ടെ, കൂടി വരുമ്പോൾ ചെയ്യാൻ ആരെങ്കിലും കണ്ടുപിടിച്ചോ? നിങ്ങൾക്ക് എന്നായിരുന്നു പണി? ഞാൻ പറഞ്ഞു വിട്ടാ കഴിഞ്ഞ ദിവസം. നിങ്ങൾക്കറിയാം എന്താന്ന്? കൂടി വരുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവീനെന്ന് വാക്യമുണ്ടോ എന്ന് ചോദിച്ചോ. ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 10,000. നിങ്ങളെനിക്കൊന്നും തരണമെന്ന് പറഞ്ഞിട്ടില്ല. നമുക്കത് തീർക്കാം. പിന്നെ ആദ്യം പറഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞ പോലെയാണ് ഈ മധ്യാകാശം. മധ്യാകാശം മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടക്കുമെന്ന്. ഇത് ഈ പാട്ടൊക്കെ എഴുതുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ലോക്കൽ കല്യാണമായി മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരുന്നത്. കേട്ടറിങ്ങാരെ വിളിക്കുന്നു, പന്തലിടുന്നു. ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടായി. ഇങ്ങനൊന്നും അല്ലിത്. സ്നേഹത്തിൻ്റെ തീവ്രഭാവം ദ്യോതിപ്പിക്കാൻ പറയുന്ന ആലങ്കാരിക പ്രയോഗമാണ് ഈ കാന്തൻ കാന്ത കല്യാണം എന്നൊക്കെ പറയുന്നത്.
അങ്ങനെയല്ലേ? അങ്ങനെയാ. അപ്പോൾ മധ്യാകാശത്തിൽ മണിപ്പന്തലിടുന്ന കർത്താവ് പോലും അല്ലേ എതിർ ക്രിസ്തുവാന്ന് കാണുന്നുണ്ട്. അവൻ മണിപ്പന്തലിടുന്നുണ്ടെന്നൊക്കെ, മധ്യാകാശത്തിലല്ല മണിപ്പന്തൽ ഒരുക്കുന്ന കാര്യമൊക്കെ വരുന്നുണ്ട്. ഈ പാട്ടുകളിലെല്ലാം ഉണ്ട് ഒത്തിരി അപകടം. പോട്ടെ. അപ്പോൾ 7 കൊല്ലം എവിടാന്നൊരു ചോദ്യമില്ല. അത് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞിട്ടങ്ങ് പോവാം. ഈ സ്ഥലം, സമയം, കാലം ഇത് ഭൂമിയിലുള്ള മനുഷ്യർക്കേ ഉള്ളൂ. പിടികിട്ടിയോ? ഇല്ല. ജഡമയന്മാരായ ആളുകൾക്ക്, ശരീരമുള്ളവർക്ക് സമയവും കാലമൊക്കെ ഉള്ളെന്ന് മനസ്സിലായോ? തേജസ്കരിക്കപ്പെട്ട ബോഡിക്ക് 7 കൊല്ലമില്ല, 70 കൊല്ലമില്ല, 7 മിനിറ്റും ഇല്ല, 7 സെക്കൻഡും ഇല്ല. ഇന്നലെ കഴിഞ്ഞ ഒരു ദിവസം പോലെയാണ്. അത് പിടിയിട്ടില്ല. അത് മനസ്സിലാക്കി തരാം. ഞാനിത് പറയാൻ കാരണം, ഈ അടുത്ത കാലത്ത് അന്തരിച്ച ഒരു വലിയ സയൻറ്റിസ്റ്റ് ഉണ്ട്, മലയാളി, കോട്ടയംകാരൻ, ഡോക്ടർ ജോർജ് സുദർശൻ. ഈ ജോർജ് സുദർശൻ ക്വാണ്ടം ഫിസിക്സിലാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണവും പഠനമൊക്കെ. വലിയൊരു ഗവേഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം ഞാനിങ്ങനെ ടി വിയിൽ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭിമുഖം ഒന്നും ഗ്രഹിക്കാൻ പോലുമുള്ള അറിവുള്ള ആളല്ല ഞാൻ. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് പറയാം. അദ്ദേഹത്തിൻ്റെ വാദം, ഈ ന്യൂട്ടനും പോട്ടെ, ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച പ്രകാശവേഗത്തെക്കാൾ വലിയ വേഗമുണ്ട്. ഏറ്റവും വലിയ വേഗം പ്രകാശവേഗമായിട്ടാണ് കണക്ക് കൂട്ടുന്നത് അല്ലേ? അതിലും വലിയ വേഗമുണ്ടെന്നാണ് വാദിക്കുന്നത്. ആ വേഗത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം പറയാണ്, ആ വേഗത്തിലൊരാൾ സഞ്ചരിച്ചാൽ ഈ സഞ്ചരിക്കുന്ന വിവരം തൊട്ടടുത്തിരിക്കുന്ന ആളിനെ അറിയില്ലെന്ന്. മനസ്സിലായില്ല? ഞാനിപ്പോൾ ഈ വേഗത്തിൽ പ്രപഞ്ചം മുഴുവനൊന്ന് ചുറ്റിയിട്ട് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ലെന്ന്, വേഗത കാരണം. പിടികിട്ടിയോ? നിങ്ങളാലും അങ്ങനെ ചുറ്റിയ ചാണം ഇവിടെ ഇരിക്കുന്നത് പോലും എനിക്കറിയത്തില്ല. അല്ല, ഞാൻ പോയിട്ടില്ല, ഞാനിവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ പോയിട്ട് വരുമ്പോഴേക്ക് ഈ സ്ഥിതിക്കെല്ലാം മാറ്റമാകും. കാരണം ഇവിടെ ഋതുക്കളും കാലങ്ങളും ഒക്കെ ഒത്തിരി കഴിഞ്ഞു. ഈ വ്യക്തിക്ക് ആ ഭേദം അറിയത്തില്ലെന്ന്. വേഗത കൊണ്ട് അങ്ങനെ പോകാൻ പറ്റുമെന്നല്ല എൻ്റെ മനസ്സിലേക്ക് അന്ന് ഓടി വരുന്നത്. കണ്ണ് ഇമയ്ക്കുന്നതിനിടയിൽ നമ്മൾ രൂപാന്തരപ്പെടുമെന്ന്. അതാ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ചിന്ത അത് കേട്ടപ്പോൾ. എന്ന് പറഞ്ഞ പോലെ സഭയെടുക്കപ്പെട്ട ശേഷം 7 കൊല്ലമാണോ 70 കൊല്ലമാണോ ഒന്നും നമുക്ക് ആ ബോധ്യത്തിലല്ല നമ്മളെ നിർത്തിയിരിക്കുന്നത്. കാരണം രൂപാന്തര ശരീരികൾക്ക് ആ സമയത്തിൻ്റെ ഫീലിംഗ് ഇല്ലെന്ന്. പിടികിട്ടിയോ? ഇല്ല. രൂപാന്തര ശരീരികൾക്ക് ആ ഫീലിംഗ് ഇല്ല. അതിൻ്റെ തെളിവ് കൂടെ പറയാം, ഒന്നുകൂടെ പറയാം. നമ്മൾ ഈ സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ അവിടെ ചെന്ന് പ്രസംഗിച്ചിട്ട് പറയുമല്ലോ, വിഷമമൊന്നുമില്ല, കാരണം ഈ അമ്മയെ നമുക്ക് നിത്യതയുടെ തീരെ തുറമുഖത്ത് കാണാം. സത്യം അത്. അങ്ങനെ പറഞ്ഞാൽ പോരുന്നേ. എൻ്റെ അമ്മ മരിച്ചപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു ഗൗരവം ചിന്തിച്ച്. അപ്പോൾ അവിടെ കർത്താവിൻ്റെ ദാസന്മാർ വന്നു. അപ്പം ഞാൻ ഈ ആശംസ അങ്ങ് ഒഴിവാക്കി. കാരണം അനുശോചനത്തിന് കൊടുത്താലും മനുഷ്യൻ ആശംസയാണ് പറയുന്നത്. നമ്മൾ മരിച്ചുള്ളൊരു ആശംസ. മനസ്സിലായോ? ഒരാൾ മരിച്ചെടുത്ത് പോയിട്ട് ആരെങ്കിലും വചനം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ പ്രസംഗിക്കട്ടെ, അതാ ചെയ്യേണ്ടത്. 10 പേര് വചനം കേൾക്കട്ടെ, ഒരാശ്വാസ വചനം. ഇത് അവിടേക്ക് വന്നിട്ട് ചില ചെയ്യുന്നത് എന്താ? ആശംസ. ഇനി ചിലർക്കൊരു വാക്ക് സംസാരിക്കാൻ സമയം കൊടുത്താൽ അവരിങ്ങോട്ട് വന്നിട്ട് ബലം പിടിച്ച് മൈക്ക് വെക്കുക, എനിക്ക് 10 മിനിറ്റ് വേണമെന്ന് പറഞ്ഞാൽ മേടിച്ചിട്ട് ഈ പ്രിയ അപ്പച്ചൻ ഇങ്ങനെ വെക്കാൻ വേണ്ടി വരുന്നേ. മാറി ഇന്ന് കരഞ്ഞാൽ പോരെ? ഈ മൈക്കിൽ കൂടെ വന്ന് കരയണോ? മനസ്സിലായി പറഞ്ഞേ? ഞാൻ ഈ സംസ്കാരത്തിനൊക്കെ ഇപ്പോൾ ഒത്തിരി കണ്ടീഷൻ പറഞ്ഞേ പോവുള്ളൂ. കാരണം നല്ല ദൂത് പറഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പോഴായിരിക്കും ഈ അപ്പച്ചൻ്റെ ഒരു മോള് ആയുസിലെ അപ്പച്ചനെ കാണാൻ വരികയല്ല, അവളതിലേക്ക് ഇറങ്ങി നടക്കുക. ഈ ശവം എടുക്കാൻ നേരം ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അപ്പച്ചോ എന്ന് പറഞ്ഞൊരു വീഴ്ച. ഇനി ഈ ദൂതും പോയി, മെസ്സേജും പോയി, സ്ഥലത്തും പോയി, അവളെ കളഞ്ഞു. ജീവിച്ചിരിക്കുമ്പോഴും അപ്പച്ചൻ്റെ ഗുണവും ചെയ്തില്ല. ചാകാൻ നേരം അവൾ വന്നിരിക്കുക, നേരത്തെ കാലത്തെ വരാനുള്ളതിന്. ഞാൻ അമ്മ മരിച്ചപ്പോൾ ഈ പറയുന്നതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ എനിക്കൊരു തോന്നൽ വന്നു, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. ഏതാ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അമ്മയെ നിത്യയുടെ തുറമുഖത്ത് കാണാമെന്നും അവിടെ വെച്ച് കാണാമെന്നൊക്കെ ഒരു ഭംഗി വാക്കാം. അതിൻ്റെ കാര്യം പറയാം. അമ്മ മരിച്ചു, നിത്യതയിലെത്തി. നമ്മൾ നിത്യതയിലെത്തുമ്പോൾ നമ്മളവിടെ ചെന്ന് ചോദിക്കുകയാണോ, ഞങ്ങളുടെ അമ്മ ഇവിടെ കാണുന്നുണ്ടല്ലോ, എവിടാ? അങ്ങനെ ചോദിക്കുമോ നമ്മളാരെങ്കിലും?
അമ്മ ചോദിക്കുമോ ഞങ്ങളുടെ ചെറുക്കനിയിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ദൂതന്മാരെല്ലാം വിളിച്ച് കണ്ടോ അവനെ? കാരണം പഴയ അമ്മയല്ലത്, പഴയ അനിൽക്കുടത്തോട്ടം അല്ല അവിടെ ചെല്ലുന്നത്. അവിടെ അങ്ങനെ മിണ്ടാട്ടമൊന്നുമില്ല. എന്താ കാര്യം തരണ്ട, അവിടെ ഈ ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ സ്വർഗത്തിലെന്താ ഒരു സുഖം. അമ്മ നമ്മളെ കാണും, വിഷയും സ്നേഹമൊക്കെ ഉണ്ട്, വലിയ സ്നേഹം നമ്മൾ വന്നതിൽ. പക്ഷെങ്കിലേ അമ്മയ്ക്കതിലല്ല താല്പര്യം. ഞാൻ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് ചെയ്യാവുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പരിമിതിക്കകത്ത്. പക്ഷെ അമ്മ ഇപ്പോൾ എന്നെ വിട്ടു. കാരണം എന്നെക്കാൾ അമ്മയെ സ്നേഹിച്ച ഒരുവനോട് അമ്മ പറ്റിച്ചേർന്നിരിക്കുകയാണ്. അമ്മയെക്കാൾ എന്നെ സ്നേഹിച്ചവനെ ഞാനും കണ്ടപ്പോൾ ഞങ്ങളുടെ സ്നേഹം എന്താ വലുത്. പിടികിട്ടിയോ? വിവാഹബന്ധം പോലെ അത്, മനസ്സിലായില്ലേ? വിവാഹബന്ധം പോലെ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുകയാണ്. മന്മയൻ്റെ പ്രതിമ ധരിച്ച പോലെ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കുകയാണ്. ഈ ദ്രവത്വമുള്ളത് നീങ്ങി അദ്രവത്വത്തെ ധരിക്കുമ്പോൾ മരണം നീങ്ങി നമുക്ക് ജയം വന്നിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഭൂമിയിലെ ബന്ധങ്ങളൊന്നും അവിടെങ്ങുമില്ല. ഭൂമിയിലെ ബന്ധങ്ങളല്ല, നമ്മളൊരു യാത്രാമധ്യേ പരിചയപ്പെട്ട സഹയാത്രികരെ പോലെയാണ്. അവരോടൊക്കെ സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിലും കാണേണ്ടവരെ കണ്ടപ്പോൾ നമ്മളിവരെ വിട്ടു. നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം നമ്മളങ്ങ് ചേരും പോലെയാണ്. നമ്മെ അമ്മയെക്കാൾ ഉപരി സ്നേഹിച്ച കാന്തനായ ക്രിസ്തുവിനോട് ചേരുമ്പോൾ ഇഹലോകത്തിലെ സകല ബന്ധങ്ങളും മറക്കും. അവർക്ക് സ്ഥലമില്ല, കാലമില്ല, സമയമില്ല. സ്ഥലകാല സീമകൾക്ക് അപ്പുറത്തുള്ള ശരീരത്തിലാണ് ഉയർത്തെഴുന്നേൽപ്പ്. അത് വ്യക്തമായോ? അത് പിന്നെയും പറയേണ്ട ഒരു ഘട്ടം വരുന്നുണ്ട്. മാസത്തിൽ അതുതരം ഫലം എന്ന വിഷയം വരുമ്പോൾ ചർച്ച ചെയ്യാം. ദെൻ ഇപ്പോൾ നമുക്ക് പോകേണ്ടത് കാഹള ഊതുന്ന രംഗത്തിലേക്കാണ്. വെച്ചു 8:1. അരമണിക്കൂർ മൗനത സ്വർഗത്തിൽ. പിന്നെ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നു. അപ്പോൾ 7 മുദ്ര അങ്ങോട്ട് ഭേദിച്ചു. ഇതാ 7 ദൂതന്മാർ നിൽക്കുന്നു. വെറുതെ നിൽക്കല്ല, വായിച്ചോ. അവർക്ക് ഓരോരുത്തർക്ക് ഓരോ കാഹളം, 7 കാഹളം ലഭിച്ചു. പിന്നെ ഒരു ദൂതൻ സ്വർണ്ണ കലശം കൊണ്ടുവന്നിട്ട് യാഗപീഠത്തിൻ്റെ അരികെ നിന്നു. മുമ്പേ കണ്ട് നമ്മളങ്ങനെ ഒരു രംഗം അല്ലേ? ഇനി വായിക്കാം. പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലായോ? പ്രാർത്ഥനയോടുകൂടെ ദൂതൻ ഇടുന്ന ധൂപവർഗത്തിൻ്റെ ആ സുഗന്ധം കൂടി ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം. എത്ര നല്ലൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. വെറുതെ വാക്കുകളല്ല, ആ വാക്കുകൾക്ക് ദൂതൻ സ്ഥിരീകരണം കൊടുക്കുകയാണ്. ദൂതൻ അവിടെ ഇടുന്ന ആ ധൂപവർഗം കൂടി പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിലെത്തുകയാണ്. പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാകയാൽ പ്രാർത്ഥിക്കുന്നതിൽ മടുത്തു പോകരുത് എന്ന് തിരുവെഴുത്ത് പറയുകയാണ്. സ്തോത്രം. പിന്നെ അപ്പോൾ പ്രാർത്ഥന, ആ സുഗന്ധവർഗം അങ്ങോട്ട് ചെല്ലുന്ന വേളയിൽ യാഗപീഠത്തിലെ കനൽ നിറച്ചിട്ട് ഭൂമിയിലേക്കെറിഞ്ഞു ദൂതൻ. അപ്പോൾ ഇടിമുഴക്കം, നാദം, മിന്നൽ, ഭൂകമ്പം. പിന്നെ ഇവിടെ മുതൽ കേൾക്കേണ്ടത് ഈ ചരിത്രം മറ്റൊരിടത്തേക്ക് തിരിയുക. അതിൻ്റെ ടേണിംഗ് പോയിൻ്റായി കണ്ടത് ഈ ഇടിമുഴക്കവും പ്രശ്നമൊക്കെ കണ്ടത്. ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികളിലെല്ലാം ഒരു ഗംഭീര ധ്വനി കാണാം എപ്പോഴും. ഉദാഹരണം, സീനായി മല പുകഞ്ഞും അതിശക്തമായി ഇടിമുഴങ്ങിയും ഞാൻ അത്യന്തം ഭയക്കുന്നുവെന്ന് മോശ കൂടി വിളിച്ചു പറയത്തക്ക വിധമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ കിട്ടിയത്. അപ്പോസ്തല പ്രവൃത്തി 2 ദൈവസാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ജനങ്ങളിലേക്ക് വന്നത് ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തിലാണ്. ഹല്ലേലൂയ. അതാണ് ചെല്ലു പറഞ്ഞ ആരും അറിയാതെ നിലച്ചെന്ന്, ഒറ്റ മനുഷ്യനും അറിഞ്ഞില്ല. മൂന്നാമത്തെ കാര്യം, ഇനി ഇതുപോലൊരു ശബ്ദം നമ്മൾ കേൾക്കും. എപ്പോഴാ? കർത്താവ് താൻ ഗംഭീരനാഥം. പ്രൈസ് ദി ലോർഡ്. സഭയുടെ എടുക്കപ്പെടലാണ് ഇതുവരെ കേൾക്കാത്ത ശബ്ദം. ഇനി നമുക്ക് ബാക്കി വായിച്ചോ.
ആ ഇവിടെ പോലെ നമുക്ക് 2 പേരെ സഹായം വേണ്ടത്. ഇനിയിപ്പോൾ ഒരു 2 പേരെ സഹായമില്ല, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയല്ല. അപ്പോൾ നിങ്ങൾ ഒരാൾ കൂടി റെഡിയായി നിന്നോ, എന്തിനും റെഡിയായി നിന്നോണം. ഇനിയുള്ള ഒരാൾ 16 അധ്യായം എടുക്കണം. ഇപ്പോഴത്തെ ആൾ 16ലേക്ക് പോയ ചെല്ല് അവിടെ നിന്നോണം. 16 അധ്യായം 1 മുതൽ വായിക്കാൻ റെഡിയായിരിക്കണം. വളരെ എളുപ്പമാകും വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം, വളരെ എളുപ്പമാകാൻ പോകുന്നു, ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാഹളം എന്ന് പറഞ്ഞു ഇവിടെ ഒരാൾ വായിക്കുമ്പോൾ അതങ്ങോട്ട് തീരാൻ നോക്കി നിൽക്കേണ്ട. അതിനു മുമ്പ് ഒന്നാമത്തെ കലശം എന്ന് പറഞ്ഞ് ഇവിടെ വായിക്കണം. വായിച്ചോളൂ. ആ ആ ആ എവിടാ സംഭവം നടന്നേ? രക്തം കലർന്ന തീയും പിന്നെ കന്മഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തു. കലശം, ഇവിടെ കലശം വായിക്കാം. 16:1 കണ്ടോ? ആ ആ കേട്ടു. ആ ഒന്നാമത്തവൻ തൻ്റെ കലശം ഭൂമിയിലൊഴിച്ചു. ഒന്നാം കാഹളമൂതുമ്പോൾ എഫക്റ്റ് ഭൂമിയിലാണ്. ഒന്നാം കലശത്തിനും എഫക്റ്റ് ഭൂമിയിലാണ്. എന്താ എഫക്റ്റ് എന്ന് നോക്കിയേ. ആ ആ ദുർവ്രണമുണ്ടായി. ഇവിടെ എന്താ സംഭവിച്ച വായിച്ചേ? ആ ആ അപ്പം ഹരിതാഭംഗിയുള്ള ലോകത്തിൻ്റെ തകർച്ചയാണ് കാഹളത്തിൽ ഭൂമിയിൽ കണ്ടതെങ്കിൽ അനന്തരമായി ഇവിടെ കണ്ടത് വ്രണമുണ്ടാകുന്ന മനുഷ്യനെയാണ് കണ്ടത്. ഭൂമിയിലാണ് പ്രശ്നം. ഇനി 2ാം കാഹളം വായിച്ചിട്ട് അവിടെ നിൽക്ക്. എവിടാ പ്രശ്നം ഉണ്ടായത്? കടലിൽ. അപ്പോൾ ഭൂമിയിൽ നിന്ന് കടലിലോട്ട് ഇറങ്ങി. അപ്പോൾ കലശം ഇടാൻ നോക്കിക്കേ. കടലിൽ, അവിടെ സമുദ്രത്തിലാണ്. ഇപ്പം ഇത് വായിച്ചു പോയിട്ട് തിരിച്ചു കയറി വരാം, അതാ നല്ലത്. 3ാം കാഹളം വായിച്ചിട്ട് ഇപ്പം ആ ആ ആ നദികളിലും ആ വീണത്. അപ്പോൾ അവിടെ നിന്ന് വായിച്ച കലശം ആ ആ മതി മതി മതി. 4ാം കാഹളവും 4ാം കലശവും റെഡിയാക്കിക്കാട്ടെ പെട്ടെന്ന്. ആ ആ ആ ആ ആ ഇവിടെ വായിച്ച് ആ ആ അപ്പോൾ ഇവിടെ തുടങ്ങി നോക്കി. ഭൂമി, കടല്, കരയെന്ന് പറഞ്ഞാൽ നീരൊഴുക്കുകളിലൊക്കെ വീണു. ഇപ്പം 4അല്ലേ വായിച്ചേക്കുന്നത്? 4 എവിടെ ചെന്നു? സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും. അപ്പോൾ കണ്ടല്ലോ. അടുത്ത വായിച്ചിട്ട് ആ ഒരു നക്ഷത്രം ഭൂമിയിൽ വീണ് കിടക്കുന്നു. അവന് പിന്നെ ആ ആ ഇരുട്ടാണ് സംഭാവന അല്ലേ? മേഖലയിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ മാറ്റമാണ്. 5ാം കലശം വായിച്ച് ഒഴിച്ചു. ആ പിന്നെ ആ ആ ആ 5ാം കലശം. 6ാം കാഹളവും 6ാം കലശം ഇവിടെ വായിച്ചിട്ട് ആ ആ ആ ആ 1ാം ദിവസം നമ്മൾ പഠിച്ച നദി, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക എന്നൊരു ശബ്ദം ഞാൻ കേട്ടു. 6ാം കലശം എവിടെയാണ്? കണ്ടല്ലോ. എന്തോ മനസ്സിലായി ഇതിൽ നിന്ന്. ഒരുപോലെ ഇരിക്കുന്നുണ്ടോ? ഒരുപോലെ ഇരിക്കുന്ന ഒരേ കാര്യം, ഒരേ വിഷയം, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന് കാഹളമെന്ന് പറയുന്നത് ഈ കോപത്തിൻ്റെ തുടക്കവും കലശമെന്ന് പറയുന്നത് അതിൻ്റെ ക്ലൈമാക്സുമാണ്. പിടിയോ ഇല്ല. കാഹളം ഒന്ന് തുടങ്ങി വെക്കുക, ആ പ്രശ്നം. അത് ഫിനിഷ് ചെയ്യുന്ന ആരാ? കലശം.
അതിന് പ്രത്യേകതയുണ്ട്. ഒരു കോപം മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനുണ്ടാക്കുന്ന മനുഷ്യനിർമ്മിതമായ കലാമിറ്റീസാണ് നമ്മൾ കണ്ടത്. അത് ബോംബുകളുടെ ഉപയോഗമുണ്ട്, മനുഷ്യൻ്റെ പ്രകൃതിയുടെ അമിത ചൂഷണമുണ്ട്. ഇതെല്ലാം നിമിത്തം ഈ മനോഹര പ്രപഞ്ചത്തെ നശിപ്പിക്കുന്ന മനുഷ്യനെ കണ്ടെങ്കിൽ അപ്പുറത്ത് കാണുന്ന എന്താ? അത് ദൈവം തൻ്റെ ക്രോധമായി ഏറ്റെടുത്ത് ഫിനിഷ് ചെയ്യുകയാണ്. മനസ്സിലായല്ലോ? അതിനൊരു തെളിവ് കൂടി തരാം, ഇങ്ങനെ ഉണ്ടോയെന്ന്. അത് ഞാൻ പറഞ്ഞ കോപം ഇവർ ഈ പറഞ്ഞ അടച്ചു വെച്ചൊരു കോപമല്ല. കോപം രണ്ട് തരം കോപം. വചനം ദൂരത്ത് നിന്നൊക്കെ ഗ്രഹിക്കുന്ന ആളുകൾ മനസ്സിലാക്കിക്കൊള്ളണം. കോപം മഹാപീഡനം എന്നൊക്കെ പറഞ്ഞ് ആളുകൾ കണക്കും കൂട്ടി പോവാണ്, ഒരാഴ്ച മാറ്റിയിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അങ്ങനെയല്ല. കോപം രണ്ട്. ഒന്ന് മനുഷ്യൻ്റെ കോപം, രണ്ട് ദൈവത്തിൻ്റെ കോപം. കേട്ടല്ലോ? അങ്ങനെ വാക്യം ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യവും 18-ാം വാക്യം വായിച്ചു. 11-18 18-ാം വാക്യം മതി. വന്നു, അത്രേ ഉള്ളൂ. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. wrath of the nations and the vengeance of Yahweh. ദൈവത്തിൻ്റെ പ്രതികാരവും മനുഷ്യൻ നിർമ്മിതമായ ആ കലാമിറ്റീസും ഒരുമിച്ച് വന്നു. ജാതികൾ കോപിച്ചു, രാഷ്ട്രങ്ങൾ തമ്മിൽ കോപിച്ചു. ആ കോപവും ദൈവത്തിൻ്റെ കോപവും രണ്ട് ദിശയിൽ നിന്ന് ഒരുമിച്ച് വന്ന് ഏകോപിക്കുന്നു. അപ്പോൾ 7 കാഹളങ്ങളും 7 കലശങ്ങളും അർത്ഥം കൊണ്ട് ഒരുപോലിരിക്കുന്നു. ഇത്ര സ്പഷ്ടമാണത്. ഇങ്ങനെ പഠിച്ചാൽ എളുപ്പത്തിൽ വെളിപ്പാട് മനസ്സിലാവും. അതിന് ആരോ ഉണ്ടാക്കി വെച്ച കാലം വഴി ആളുകൾ നടക്കുകയാണ്. ആരോ പഠിപ്പിച്ച തിയോളജി വെച്ച് പോകാതെ ബൈബിൾ വായിച്ച് പോയാൽ മതി. ഇത് അനാശന മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. പിന്നെ അപ്പോൾ നമുക്ക് 7 കാഹളോ 7 കലശോ ആ ക്രമം അനുസരിച്ച് ഒന്നുകൂടെ ചിന്തിച്ചു പോവാം. 1-ാം കാഹളമൂതിയപ്പോൾ എഫക്റ്റ് ഭൂമിയിൽ, 2-ാം കാഹളമൂതിയപ്പോൾ എഫക്റ്റ് സമുദ്രത്തിൽ, 3-ാം കാഹളമൂതിയപ്പോൾ എഫക്റ്റ് നദികളിലും നീരുറവകളിലും, 4-ാം കാഹളം ആകാശത്തിൽ സൂര്യനിലും ചന്ദ്രനിലും, 5-ാം കാഹളം മൃഗത്തിൻ്റെ സിംഹാസനത്തിൽ അല്ലെങ്കിൽ കാഞ്ഞിര നക്ഷത്രത്തിൻ്റെ പതനം, 6-ാം കാഹളം യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരുടെ തകർച്ച. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. 1-ാം കാഹളം അതുവഴി ഉണ്ടാകുന്നത് ഭൂമിക്ക് ദണ്ഡനം. 2-ാം കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്നത് കടലിൽ ന്യായവിധി. കടലിൻ്റെ സുഗമമായ ആ ഒഴുക്കും അതിൻ്റെ തിരയും അതിനകത്തെ ആ ദൈവം നിർമ്മിച്ച സംവിധാനങ്ങളെയൊക്കെ മനുഷ്യൻ അമിത ചൂഷണം കൊണ്ടും മറ്റു പല മാലിന്യങ്ങൾ കൊണ്ടും നശിപ്പിച്ച് ഭൂമിയെ നശിപ്പിക്കുന്ന മനുഷ്യനെയാണ് ആ 2-ാം കാഹളത്തിൽ കാണുന്നതെങ്കിൽ സമുദ്രത്തിലാണ് അതിൻ്റെ എഫക്റ്റ് സംഭവിക്കുന്നത്. അടുത്തത് 3-ാം കാഹളം ഊതുമ്പോൾ നദികളും നീരുറവകളുമൊക്കെ നശിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. 4-ാം കാഹളം ഊതുമ്പോൾ സോളാർ സിസ്റ്റത്തിന് തകർച്ച സംഭവിക്കുന്നു. 5-ാം കാഹളം ഊതുമ്പോൾ രാഷ്ട്ര മേഖലയിൽ രാഷ്ട്രതന്ത്ര രംഗത്ത് കടുത്ത ഇരുട്ട് വ്യാപരിക്കുന്നു. 6-ാം കാഹളം ഊതുമ്പോൾ യൂഫ്രട്ടീസ് നദീതടം ഒരിക്കൽ കൂടി ചർച്ചാ വിഷയമാകുന്നു. മനസ്സിലായോ? കലശം ഏതാണ്ട് ഇതുപോലെ തന്നെ. ഇത് വ്യക്തമായ ആളുകൾക്ക് എളുപ്പമായില്ലേ? മനസ്സിലൊന്ന് ചിന്തിച്ച്. നമ്മൾ ഭൂമിയിൽ നിന്ന് തുടങ്ങി കടലിലേക്ക് ചെന്നു, തിരിച്ച് കരയെ കയറി നദികൾ വഴി സഞ്ചരിച്ച് നീരുറ വഴി മുകളിൽ, പിന്നെയും താഴെ വന്നു മൃഗത്തിൻ്റെ സിംഹാസനം, അവിടുന്ന് യൂഫ്രട്ടീസ് നദിയുടെ തീരം, ഇറാഖ് വരെ എത്തിയെന്ന് വീണ്ടും തിരിച്ച്. നമ്മൾ തുടങ്ങിയതല്ല അവിടുന്നാണ്. 1-ാമത്തെ ക്ലാസ് മുതൽ അവിടെ നിന്ന് ആരംഭിച്ച ഓർമ്മയുണ്ടല്ലോ? ഇല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അതൊന്നുകൂടെ ഒന്ന് കണ്ടാൽ മതി, യൂട്യൂബിലൊക്കെ കാണും. കഴിഞ്ഞ ദിവസത്തെ പ്രയാസം തീർത്തുനിന്ന് ഒത്തിരി ചാനലിലേക്ക് നമ്മൾ വിട്ടിരിക്കുകയാണ് കാര്യങ്ങൾ. നമ്മുടെ സഹോദരങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് കാര്യാദികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ കൂടുതൽ പ്രാർത്ഥിച്ചു വരണം. അപ്പോൾ മുഷിയുന്നുണ്ടോ? ഇപ്പോൾ എളുപ്പമായില്ലേ? ഇതുവരെ നമുക്കൊരു വെളിപ്പാടെന്ന് പറഞ്ഞാൽ ഇത് കിട്ടാൻ വലിയ പ്രയാസമുള്ളൊരു പുസ്തകമൊക്കെ ആയിട്ട് തോന്നി. അങ്ങനെയല്ല. വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ലെങ്കിലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇങ്ങനെ പറഞ്ഞേ തുടങ്ങാവുള്ളൂ. ഞാൻ മക്കൾക്കൊന്നും ഒരക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ഒരാളല്ല വീട്ടിൽ. പണ്ട് ഞാൻ ഈ ഫീൽഡിൽ തന്നെയായിരുന്നു, ട്യൂട്ടോറിയൽ ഫീൽഡിലായിരുന്നു ദീർഘകാലം. അതോ ഈ ശൈലി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എന്നാൽ
മക്കളെ പഠിപ്പിക്കാനിരുന്നാൽ നമ്മൾ പൊരുത്തപ്പെട്ട് പോവുകയില്ലെന്ന് എനിക്ക് 1-2 അനുഭവം കൊണ്ട് മനസ്സിലായി. അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു 2-3 ക്ലാസ്സോടുകൂടി മക്കൾക്കും അതിനകത്ത് വലിയ താല്പര്യമില്ല, നമുക്കും താല്പര്യമില്ല, ഭാര്യയ്ക്കും താല്പര്യമില്ല നമ്മൾ ക്ലാസ് എടുക്കുന്നതിനെക്കുറിച്ച് മക്കളോടുള്ള ബന്ധത്തിൽ. അതോടുകൂടി നമ്മൾ ആ ഉദ്യമം അങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ അവരായി അവരെ പാടായി പഠിക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്തോളാൻ പറഞ്ഞ് ആ കേസ് കിട്ടങ്ങ് വിട്ടു. വലിയൊരു അബദ്ധം എനിക്ക് പറ്റി. ഇവിടെ വന്നപ്പോൾ ഒരാൾ ചോദിച്ചു മോനെത്രലാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത് മോനെത്ര ആയെന്ന്, എത്ര ഈ വർഷം എന്നുള്ള കാര്യം. ചുരുക്കി പറഞ്ഞാൽ പഠിക്കടാ എന്ന് പറഞ്ഞ ശല്യമൊന്നും അവിടെ ഇല്ല, നമുക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ഒരു കാരണം ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞു തന്നത് ഈ പഠിക്കാനൊക്കെ ഞാൻ ഇവരോടൊരു കാര്യം പറയും. ഇത് വലിയ കട്ടിയൊന്നുമല്ല, ലോകത്തിലൊന്നും പഠിക്കുന്ന ഒരു കട്ടിയല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്നും പഠിക്കുന്നു. മക്കളെ രക്ഷിക്കപ്പെട്ട ശേഷമുള്ള ഈ അങ്കിളിൻ്റെ അനുഭവം ഈ പറഞ്ഞു വരുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടു, മറ്റു പല ഉദ്ദേശത്തോടും പഠിച്ചു വരുമ്പോഴേക്ക് എനിക്കൊരിക്കൽ പിടി കിട്ടി, എൻ്റെ ജോലി ഇതല്ല, കർത്താവിൻ്റെ വേലയാണ്. ആ ബോധ്യം വന്ന ശേഷം വേറൊന്നും മനസ്സിൽ വന്നിട്ടില്ല. പിന്നെ ജയിക്കാനും ഒക്കെ കൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചിട്ട് താവീ ഞാനൊരു പൊട്ടനാണ്, പരിപാടി തുടങ്ങുകയാണ്, രക്ഷിക്കണേന്ന് പറഞ്ഞൊരു തകർപ്പായിരിക്കും. ഞാൻ അനുഭവിച്ചതിനുണ്ട് നമ്മുടെ കർത്താവിൻ്റെ കരുണ എത്ര വലുതാണ്. മനസ്സിലായോ? പ്രാർത്ഥനയുടെ വീര്യവും ഗുണവും മനസ്സിലായോ? മക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കും, മക്കളെ പപ്പായൊരു പൊട്ടനാ, പക്ഷേ പപ്പാ സേവിക്കുന്ന ദൈവം ബുദ്ധിമാനാ, വലിയ ബുദ്ധിമാൻ. ഹല്ലേലൂയ. തലമുറയോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മളില്ലായ്മക്കാരോ കഷ്ടപ്പെടുന്നവരോ ദുരിതം അനുഭവിക്കുന്നവരോ ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ പറയണം. ഒരു കോംപ്ലക്സും ആ കാര്യത്തിൽ വേണ്ട. നാം സേവിക്കുന്ന ദൈവം സർവശക്തി സമ്പന്നനാണ്. അവനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല, ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. പ്രാർത്ഥിക്കണം. സ്തോത്രം. ബഹുമാനനായ ആശാരി ഉപദേശി അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗിക്കാൻ സാക്ഷനി എന്നപ്പോൾ അവന് കിട്ടുന്നില്ല. ഇന്നപ്പുള്ളി തിരുവനന്തപുരത്തൊക്കെ പോയി വളരെ ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വന്ന് ഒരു യോഗം നടത്തിയിട്ട് പുള്ളിക്ക് അങ്ങ് അരിശം വന്നു. അരിശം കൊണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം എണീക്കാൻ പറഞ്ഞു. എണ്ണിപ്പിച്ചിട്ട് അനുഗ്രഹിച്ചങ്ങ് പ്രാർത്ഥിച്ചു. ഇനി ആശാരി സാക്ഷൻ എടുക്കാൻ വരുന്നൊരു കാലമുണ്ടെങ്കിൽ നീയൊക്കെ വേണം DYSP ആകാൻ, നീയൊക്കെ വേണം SP ആകാൻ. മനസ്സിലായോ? എന്ത് പറ്റിയെന്ന് അറിയണ്ടേ? എത്ര SP മാരും എത്ര കഴിവുള്ളവരൊക്കെ അന്ന് ഇരുന്ന ആളുകൾ, അവരിൽ ഉന്നത സ്ഥാനത്തെത്തിയവരൊക്കെ ഉണ്ട്. എനിക്ക് പരിചയമുള്ള പലരും ഉണ്ട്. അപ്പോൾ ചില പ്രാർത്ഥനകൾ അറിയാതെ നമ്മുടെ തലയ്ക്ക് മീതെ കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു കുഞ്ഞേ. നമ്മൾ ആരാകുമെന്നൊന്നും പറയാൻ പറ്റില്ല. സ്തോത്രം. അപ്പോൾ നമ്മൾ കർത്താവിന് ഏൽപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ഈ കഴിവൊന്നും അല്ലെന്നേ ഒരു കാര്യവും നടക്കുന്നത്. ഒന്നും അങ്ങനെയല്ല നടക്കുന്നത്. കുട്ടികൾ അധ്വാനിക്കരുതെന്നൊന്നും അതിനർത്ഥമില്ല. അപ്പോൾ അധ്വാനിക്കാൻ തോന്നിക്കോളും, പഠിക്കാൻ തോന്നിക്കോളും. അപ്പം മക്കളെ, ഞാൻ മക്കളോടെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഈ പഠനം വലിയൊരു കാര്യമല്ല, ഈസി ജോബാണ്, വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്, വലിയ കാര്യമായിട്ട് തോന്നുന്നത്. ഇതുപോലെയാണ് ഈ വേദപുസ്തകം പഠിക്കുന്ന. അങ്ങനെ ഈ വേദപുസ്തകം പഠിക്കുന്ന ആളുകൾ എന്ത് ചെയ്താൽ ഇത് സിമ്പിളാണെന്ന് മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയില്ല, വളരെ ലളിതമാണ്. ചിലർ ആദ്യം തുടങ്ങുമ്പോഴേ പറയും ഇത് മഹാകട്ടിയാണ് പ്രസംഗിക്കാൻ. ഞാൻ ആദ്യം കുവൈറ്റ് വരുന്നത്, UAE ഒത്തിരി തവണ വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെയൊന്നും വിളിച്ചാൽ അങ്ങനെ പെട്ടെന്ന് പ്രലോഭനം വന്നു പോകുന്ന ഒരാളൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ വരുന്ന ആളുകളോട് ചോദിച്ചാൽ അവരാദ്യം നമ്മൾ പറഞ്ഞത് അയ്യോ അങ്ങോട്ട് പോകരുതെന്നാണ്. ഈ പോകരുതെന്ന് പറഞ്ഞവൻ കാണാം അടുത്ത ആഴ്ച വീണ്ടും പോരുന്നത്. അപ്പം ഞാൻ പോകാതിരിക്കണ്ടേ? ഇതിൻ്റെ അർത്ഥം നമ്മളാരും പോകരുത്, അവൻ പോകോളാം, അതാ ഉദ്ദേശിച്ചത്. ഇതിനായാലും വെളിപ്പാട് പ്രസംഗിച്ചാലും പറയും അയ്യോ വായിച്ചാൽ മനസ്സിലാകില്ല, കാരണം പുള്ളി പ്രസംഗിച്ചോളാം, നിങ്ങൾ കേട്ടിരുന്നോണമെന്ന്. അതാ തന്ത്രം. അതുകൊണ്ട് ആർക്കും പഠിക്കാം. യോഹന്നാനെപ്പോലും മനുഷ്യനെ കൊണ്ട് അത് അമ്പുരാനിത് എഴുതിച്ചെങ്കിൽ നമുക്ക് എന്ത് പാടാ ഇത് പഠിക്കാൻ. ഗോഡ് ക്യാൻ. നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല. അതുകൊണ്ട് മനസ്സിരുത്തി പഠിച്ചും പ്രാർത്ഥിച്ചും അങ്ങോട്ട് പോകുമ്പോൾ ഞാനീ പറയുന്നതിൽ ഒത്തിരി കാലികമല്ലാത്തതൊക്കെ വന്നേക്കാം നാളുകളിൽ. ഞാനിത് മൊത്തം ഇങ്ങനെ പ്രാപിച്ച് പറയുന്നൊന്നുമല്ല. പല അധ്വാനങ്ങളും പഠനങ്ങളും കർത്താവ് എന്ന കൃപയെല്ലാം ചേർത്താണ് ഈ പറയുന്നത്. അപ്പോൾ നാളെ ഇതിലും വലിയ ഫൈൻഡിങ്സ് നിങ്ങൾക്ക് ദൈവം തരും. എന്തിനു വേണ്ടിയാ? ഇത് അന്ത്യകാലത്ത് ഓരോരുത്തരും പരിശോധിക്കേണ്ട വചനമാണെന്ന്. ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും അത് പ്രമാണിക്കുന്നവനും ഒരുപോലെ ഭാഗ്യവാന്മാരാണ്. സ്തോത്രം. ഇവിടെ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ വരുന്നവരുണ്ട്. എന്നാൽ ഇവിടെ വന്നിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാഹചര്യം അനുവദിക്കാത്തവരുണ്ട്. ഒരു കാര്യം ഉറപ്പാക്കിക്കൂ, നമ്മൾ ഭാഗ്യവാന്മാരാണ്. എൻ്റെ ജീവിതത്തിലെ ഭാഗ്യങ്ങളിലൊന്ന് പലയിടത്ത് പഠിപ്പിക്കാൻ എൻ്റെ പ്രാപ്തിക്കനുസരിച്ച് കർത്താവിൻ്റെ കൃപയാൽ ചെയ്യാൻ ഈ അവസരം തന്നു. ഇതൊരു ഭാഗ്യമാണ്. സ്തോത്രം. അപ്പോൾ ഈ പറഞ്ഞ കാഹളവും കലശവും മറക്കണ്ട. അപ്പോൾ എത്ര എളുപ്പമാണ് നമ്മൾ മുദ്രകളും കാഹളവും കലശവും എന്ന് പറഞ്ഞു വന്നേ.
ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. 6 മുദ്ര മനസ്സിൽ കിടപ്പുണ്ടോ? 7 മുദ്ര ഉണ്ട്. അതിലൊന്ന് പൊട്ടിച്ചപ്പോൾ കാഹളമാണ് വന്നത്. പ്രത്യേകിച്ച് അതിൽ നിന്ന് കിട്ടിയത് 7 കാഹളമാണ്. അപ്പോൾ 7 മുദ്ര. 7 കാഹളം ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. 7 കാഹളത്തിൽ 1-ാം കാഹളം ഭൂമിക്കാണ് പ്രശ്നം, 2-ാം കാഹളം സമുദ്രത്തിന് പ്രശ്നം, 3 നദിക്കും നീരുറവയ്ക്കും പ്രശ്നം, 4 സോളാർ സിസ്റ്റത്തിന് പ്രശ്നം, 5 രാഷ്ട്രീയപരമായ പ്രശ്നം, 6 യൂഫ്രട്ടീസ് നദിയുടെ തടം. ഇനി ഇതിനകത്തൊക്കെ ഒത്തിരി കാര്യമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ കാഹളം 1 മുതൽ പരിശോധിച്ച് തുടങ്ങുന്നു. വായിച്ചോളൂ. ആ ആ ആ അപ്പോൾ ഇത് മനസ്സിലാക്കി തരുന്ന കാര്യം, മനുഷ്യൻ നടത്തുന്ന എന്ന് നമ്മൾ ഇന്ന് കരുതുന്ന പല കാര്യങ്ങൾ നിലനിൽപ്പിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒക്കെ നിലനിൽപ്പിന് വേണ്ടി, സുരക്ഷയ്ക്കൊക്കെ വേണ്ടി മനുഷ്യൻ ഒരുക്കുകയാണ്. നമ്മുടെ തന്നെ രാഷ്ട്രത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ വരുമാനത്തിൻ്റെ ഗണ്യമായ ശതമാനം മാറ്റിവെക്കുന്നത് എങ്ങോട്ടാ? സുരക്ഷയ്ക്കാണ്. അപ്പോൾ ഈ സുരക്ഷയുടെ ഒരു വലിയ പ്രശ്നം ഞാൻ പറയാം. അപ്പോൾ ഇതിന് നഷ്ടം വരുന്നത് ആഹാരം, പാർപ്പിടം, ഇങ്ങനെയൊക്കെയുള്ള രംഗത്ത്. ഇന്ത്യക്ക് അത് ചെയ്തേ പറ്റൂ. മറ്റൊരു ഭാഗം പറഞ്ഞു, ചുമ്മാ ചെയ്യുന്നതല്ല. നമ്മൾ ശത്രു രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഗുണം ദൈവമക്കൾ എപ്പോഴും മനസ്സിലാക്കണം. ഞാൻ ആദ്യം ഒരു ഗുണം പറയാം. ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ഇത്രയും വ്യത്യസ്ത കൾച്ചറുള്ളൊരു രാജ്യമില്ലല്ലോ. ബംഗാളിയും തമിഴനും മലയാളിയും ഗുജറാത്തിയും എല്ലാം ഉണ്ടെങ്കിലും 1 മിനിറ്റ് പട്ടാളം ഭരിക്കാത്ത ഒരു രാജ്യമാണ് നമ്മുടെ. നിസ്സാരമാണോ അത്? 1 മിനിറ്റ് പട്ടാളം ഭരിച്ചിട്ടില്ല. ഒറ്റ മതം ഭരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഉണ്ട് ഈ പട്ടാള ഭരണവും അടിയും കുടുംബാടിയൊക്കെ നടക്കുക. ലങ്കയൊക്കെ പോയി പോക്കുണ്ടോ? മ്യാൻമാറും പാകിസ്ഥാനും ഒക്കെ ഉണ്ടോ? അന്തസ്സോടെ ലോകം മുഴുവൻ നമ്മളെ നോക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രധാനമന്ത്രി മോശമാണെങ്കിൽ, പ്രസിഡന്റ് മോശമാണെങ്കിൽ, മുഖ്യമന്ത്രി മോശമാണേ, നമ്മളൊരു ഇടി, പരിപാടി തീർന്നു. ഒരുമിച്ചിടിക്കാൻ നമുക്ക് കഴിവില്ലാത്തതാണ് പ്രശ്നം. ഇടിയോ? ഇടി ചെതറിപ്പോന്നായി പ്രശ്നം. ഒരുമിച്ചൊരു ഇടി ഇടിച്ച സംഗതി തീർന്നു. മനുഷ്യൻ ഉണർന്നു കഴിഞ്ഞാൽ പരിപാടി തീർന്നു. അതാണ് ഇന്ത്യയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യമാണ്. അങ്ങനെ അത്രയും സങ്കീർണ പ്രക്രിയയാണ്. അവിടെ നിൽക്കട്ടെ. വേറൊരു ഗുണമുണ്ട്, അതുകൂടെ ഞാൻ പറയാം. നമ്മുടെ നാടിൻ്റെ ഒരു ഗുണം പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമാണോ? വേറൊരു ഗുണം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരാൾക്കൊരു കടം വന്നു, ഒരു ഗുരുതര കടം വന്നാൽ നമ്മുടെ രാജ്യം അവനെ രക്ഷിക്കും. അവൻ്റെ ആ കടം ഗവൺമെൻറ് ഏറ്റെടുത്ത് പൂർണ്ണമായിട്ട് വീടും. ഉദാഹരണം, വിജയ് മല്യ, ഓട്ടോമാക്കാരൻ. വിജയ് മല്യ വലിയ കടക്കണിലായി. ആ പ്രശ്നം രൂക്ഷമായപ്പോഴേക്ക് വിജയ് മല്യ എങ്ങാണ്ട് പോയിച്ച് വിളിച്ചു പറഞ്ഞു, അയ്യോ സാറെന്തിനാണ് വിഷമിക്കുന്നത്, ഞാൻ ഏറ്റു, ഞങ്ങൾ ഏറ്റെന്ന്, പ്രശ്നമില്ല. പെട്രോളിലേക്ക് ഒരു അല്പാൽപ്പം വില കൂട്ടിയിട്ട് ഇപ്പം ഞങ്ങളെല്ലാം വിജയ് മല്യയുടെ കടം വീടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളൊക്കെയാണോ വല്ല ഉത്തരവാദിത്വം ചെയ്യുന്നുണ്ടോ? രാജ്യത്തെക്കുറിച്ച് വല്ല ബോധമുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ വന്ന് താമസിക്കുന്നത് ഞങ്ങൾ വിജയ് മല്യയുടെ കടം കൊണ്ട് വീടി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ റോട്ടോമാക്കാരൻ, പേന കച്ചവടക്കാരൻ അവനടുത്ത കടവും കൊണ്ട് പോയി. മനസ്സിലായോ? അവൻ്റെ എല്ലാം കടം എഴുതി തള്ളിയേച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പരിപാടി ഇവൻ്റെ എല്ലാം ഈ കടം വീടിയാണ് ഞാൻ ഈ ഗതികളിലായത്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയും കൂടെ ഒരു ഗുണം ഇല്ലാതില്ല. പോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഉറങ്ങാതിരിക്കാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു വരുന്നു കേട്ടോ. സ്തോത്രം. അപ്പോൾ ഈ 1-ാം കാഹളം ഇതൊരു മനസ്സിലാക്കേണ്ടത്, ലോകരാഷ്ട്രങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ആയുധമുണ്ടാക്കുന്നത്. ലോകത്തേറ്റവും അധികം ആയുധം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതെന്നറിയോ? ഇന്ത്യയൊന്നുമല്ല. നമ്മൾ പാവങ്ങൾ നമ്മൾ ഈ ഉള്ളി ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കാൻ എന്നെ കഷ്ടിച്ച അന്നേരമാണ് ആയുധം ഉൽപ്പാദിപ്പിച്ചു. ഇനി കേരളക്കാരെ കുറിച്ച് പറയാനുണ്ട് ഒത്തിരി. ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓരോ ഉൽപ്പന്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല. വീറ്റ് അത് ബംഗാളിൽ നിന്നാണ് കൂടുതലെന്ന് തോന്നുന്നു. പിന്നെ അരി നമുക്ക് വരുന്ന ആന്ധ്രയിൽ നിന്നാണ്. പെട്രോൾ വരുന്നത് ഇവിടെ നിന്നാണ്. നമ്മുടെ മലയാളിയുടെ സ്വന്തം എന്ന് പറയാം, ഹർത്താലല്ലാതെ. അത് കറക്റ്റായിട്ട് ആഴ്ചയിൽ ഒരിക്കലും ഞാനൊക്കെ ഒരുക്കി ചെന്ന് എയർപോർട്ടിൽ കുരുങ്ങിപ്പോയി, ഒരു രക്ഷയില്ല. കുപ്പിവെള്ളം പോലും കിട്ടാത്ത സ്ഥിതി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ. വണ്ടി ഓടിച്ച് പോകാനൊക്കെ അവിടെ കിടന്ന്. ചുരുക്കി പറഞ്ഞാൽ അത് കൃത്യമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ ഏറ്റവും അധികം ആയുധം ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ഇസ്രയേലാണ്. അവരോട് ഏറ്റവും അധികം വാങ്ങുന്ന രാജ്യത്തിൻ്റെ പേര് കേട്ടാൽ നടുങ്ങണ്ട, നമ്മൾ ഇന്ത്യയാണ്.
അതൊക്കെ നമ്മൾ ഇടയ്ക്കൊരു ക്ലാസ്സിൽ പറയുന്നുണ്ട് എൻ്റെ റീസൺസ്. അതെങ്ങനെ അങ്ങോട്ട് എത്തും എന്നെനിക്കറിയാൻ വയ്യ. നിങ്ങൾ പഠിച്ചിരിക്കണം, എങ്കിലേ പറ്റുള്ളൂ അങ്ങോട്ട്. ഇപ്പോൾ നമുക്ക് സ്പീഡായി ക്ലാസ്സിന്, കുഴപ്പമില്ല. നമുക്ക് ഇൻ ബിറ്റ്വീൻ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുവഴി പോയിട്ട് ആ ഗ്രാഫ് ഒന്ന് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പുറത്തുള്ളതും ഇതിനോട് ബന്ധമുള്ളതുമായ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഓക്കെ, ശരി. ദെൻ ഒന്നാം കാഹളം അവിടെ കാണുന്നത് ആയുധ നിർമ്മാണം. മനുഷ്യൻ്റെ ആയുധവും ഈ ഡിസാമമെൻസൊക്കെ നമ്മൾ പറയാറുണ്ട്, ആയുധ നശീകരണം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അതൊന്നും ഫലവത്തായി തീരുന്നില്ല. മാരകായുധങ്ങളുടെ നിർമ്മാണം ഭൂമിയെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നതാണ് ഈ കാണിക്കുന്നത്. രാസായുധങ്ങളുടെയും അണ്വായുധങ്ങളുടെയൊക്കെ നിർമ്മാണം, അതിൻ്റെ അനന്തരഫലമായി ഭൂമിക്ക് എന്ത് ഭവിക്കുന്നു, അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ കുറേ കാര്യങ്ങൾ താഴോട്ടുണ്ട്. നമുക്ക് ആറാമത്തെ കാഹളത്തിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ അത് പറയാം. താഴോട്ട് വായിച്ചോളൂ. നിൽക്കേ, ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒന്നാം കാഹളം ഊതുമ്പോൾ എന്തൊക്കെയായി സംഭവിച്ചേ? പച്ചപ്പുല്ലൊക്കെ വെന്തു, ഹരിതാഭംഗിയുള്ള വനം നശിച്ചു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്കറിയാം. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ വനമുണ്ട് സമൃദ്ധമായിട്ട്, ഇപ്പോഴും വനം കൂടിയെന്നാണ് പുതിയ അറിവ്. അതാ സർക്കാരിൻ്റെ ഒരു ബോധവൽക്കരണം കൊണ്ട് വനം ഭൂമിയുടെ അളവ് കേരളത്തിൽ വർദ്ധിച്ചു. അപ്പോൾ രൂക്ഷമായ ആ ചൂടൊക്കെ വന്നപ്പോൾ മനുഷ്യൻ അതിനോട് പ്രതികരിച്ചു തുടങ്ങി. അതിൻ്റെ ഗുണമുണ്ടായി ഒരു 10 കൊല്ലം കൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 110 ഏക്കറും കണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ തട്ടേക്കാടടുത്ത് വനം പിന്നെയും സൃഷ്ടിക്കുന്ന വാർത്തയൊക്കെ വായിച്ചു. പക്ഷേ ഇനി സംഭവിക്കുന്നത് പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ അമിത ചൂഷണം. അത്തരം ഉൽപ്പന്നങ്ങൾ, ഉദാഹരണം ഈ ചന്ദനമരങ്ങൾ, അതുപോലെ യൂക്കാലിപ്റ്റസ്, റബ്ബർ പോലെയുള്ള വൃക്ഷങ്ങൾ വെള്ളം നശിപ്പിക്കുന്നതാണ്. അവ കൂടുതൽ വാട്ടർ കൺസ്യൂം ചെയ്തിട്ട് ഉള്ള ഭൂഗർഭജലമൊക്കെ നശിപ്പിക്കുകയാണ്. അപ്പോൾ ഭൂഗർഭജലമല്ല, നമുക്കുള്ള വെള്ളം നശിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സ്ഥിതി വന്നു കഴിയുമ്പോൾ ഈ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് താളം തെറ്റും. അതിൽ വലിയൊരു പ്രശ്നമായിരുന്നു അടുത്ത കാലത്ത്. എനിക്കൊന്ന് 89 മറ്റോ ആണ് ഭൗമാ സമ്മിറ്റ് എന്നൊരു പ്രശ്നം ഉണ്ടായി. ഭൗമ ഉച്ചകോടി. എന്തായിരുന്നു ഭൗമാ സമ്മിറ്റിൻ്റെ ലക്ഷ്യം എന്നറിയണ്ടേ? നമ്മുടെ സൂര്യനിൽ നിന്ന് ഉത്സർജിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികൾ, ഇൻഫ്രാറെഡ് കിരണങ്ങളുമാണല്ലോ നമുക്ക് കിട്ടുന്നത്. അതിൽ ഈ ഉത്സർജിക്കുന്ന കിരണങ്ങൾ അതേപടി ശരീരത്ത് വന്നാൽ മനുഷ്യനും മൃഗങ്ങളും ഒക്കെ ചാകും. നമ്മളിപ്പോൾ കാണുന്നുണ്ട് അങ്ങനെ മനുഷ്യനും മൃഗങ്ങളും ഒക്കെ ചാകുന്നത്. നമുക്കറിയാനുള്ളത് മെലനോമ, ഇത്തരത്തിലുള്ള ക്യാൻസർ രോഗങ്ങൾ പെട്ടെന്നുണ്ടാകുന്നു. ഇത് അങ്ങനെ വരാതെ ഇത് അരിച്ചെടുത്ത ആവശ്യത്തിന് നമുക്ക് തരാൻ പാകത്തിന് പ്രകൃതിദത്തമായ ഒരു മേഘക്കൂട പ്രപഞ്ചത്തിന് ചുറ്റും വെച്ചിട്ടുണ്ട്. യോബ് അതാ പറഞ്ഞത്, അവൻ അതിന് ചുറ്റാടയുണ്ടാക്കി വെച്ചു ഭൂമിക്ക്. എത്ര മനോഹരമായൊരു പ്രയോഗമാണല്ലേ? കൂരിരുളിനെ അതിന് ചുറ്റാടയാക്കി വെച്ചു. ഭൂമിക്ക് ചുറ്റും ഇങ്ങനൊരു ലെയർ, ഓസോൺ ലെയർ എന്നാണ് അതിന് പേര് പറയുക. ഈ ഓസോൺ ലെയറിന് വിള്ളലുണ്ടാവുകയും അതിൻ്റെ വലിപ്പം വർദ്ധിക്കുകയും ഇപ്പോൾ അത് വീണ്ടും പരിഹരിക്കപ്പെട്ടു വരുന്നതായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം അറിയാൻ വയ്യ. പക്ഷേ ഇങ്ങനെ സൂര്യകിരണങ്ങൾ അമിതമായി നമ്മിലേക്ക് പതിച്ചിട്ട് ഈ ഹരിതാപ ഭംഗിയുള്ളതൊക്കെ നശിച്ച് കത്തിപ്പോകുന്നത് മനുഷ്യൻ്റെ അമിതമായ പ്രകൃതി ചൂഷണം, AC-യുടെ ഒക്കെ ഉപയോഗം ഇത് നിമിത്തമായി പുറന്തള്ളുന്ന വാതകങ്ങൾ, വിഷവാതകങ്ങൾ ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നു. അങ്ങനെ നശിപ്പിക്കുമ്പോൾ എഫക്റ്റ് ഭൂമിയിൽ, അതാ ഞാൻ പറഞ്ഞ മനുഷ്യനിർമ്മിതമായ പ്രകൃതി നശീകരണമാണ് ഈ കാണുന്നതെങ്കിൽ അത് കലശത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ അന്ത്യനായ വിധി ദൈവം നിർവഹിക്കുന്നതാണ് അവിടെ കാണുന്നത്. വ്യക്തമായോ? നെക്സ്റ്റ് കേസ് വായിക്കാം. അപ്പോൾ ഇത് പറയാൻ യോഹന്നാൻ പറ്റുന്നില്ല എന്താണെന്ന്. തീ കത്തുന്ന വൻമല പോലെ ഒന്ന്. ഇത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ഐഡിയ ആണ് പറയുന്നത്. ഇതൊക്കെ സജഷനായിട്ട് കൂട്ടിയാൽ മതി. നമ്മൾ ഭൂമിയെ നിയന്ത്രിക്കാൻ, സംഭവഗതികളെ നിയന്ത്രിക്കാൻ ഇന്ന് സ്പേസാണ് മനുഷ്യൻ തേടുന്നത്, ബഹിരാകാശം. അവിടെ ഇന്ത്യ അയക്കുന്നു. ഇന്ത്യ ഇപ്പോൾ അതിലൊത്തിരി ആധിപത്യം ചെലുത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യം മറ്റേത് രാജ്യത്തെക്കാളും സ്പേസ് ആധിപത്യം നമ്മൾ അവിടെ വിക്ഷേപിച്ചിട്ടുണ്ട് ഉള്ള സാറ്റലൈറ്റുകളാൽ നമുക്കത് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പലവിധ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഉത്സർജിക്കുന്നത് ധാരാളം ഇന്ധനത്താലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ധാരാളം ഇന്ധനം വേണം. അപ്പോൾ ഇങ്ങനെ കുറേ കഴിയുമ്പോൾ അത് അവിടെ തന്നെ നശിച്ച് കാലഹരണപ്പെട്ട് അതുവഴി സഞ്ചരിക്കുന്നൊരു കാഴ്ചയാണ് പിന്നെ സംഭവിക്കുന്നത്, അല്ലേ? ബഹിരാകാശത്ത് തന്നെ ഇത് സഞ്ചരിച്ച് തീരുകയാണ്. അപ്പോൾ ഇത്തരം എത്ര എണ്ണമാണ് മനുഷ്യൻ അയക്കുന്നത്?
ഇവിടുന്ന് എല്ലാ രാജ്യങ്ങളും അല്പം കഴിഞ്ഞ് ഇതേ പണി ചെയ്താൽ ഈ സ്പേസിൻ്റെ ആധിപത്യം എല്ലായിടത്തേക്കും അത് വിടാൻ പറ്റുന്നില്ല. കാരണം ഭൂമിയുടെ ആവശ്യത്തിനാണത് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ ഡിസോർഡർ ആകുന്നൊരു സ്ഥിതി വരിക എന്ന് കൂട്ടുക. അതൊക്കെ ഡിസോർഡർ ആകുകയാണ്. ഡിസോർഡർ ആകുമ്പോൾ സംഭവിക്കുന്ന ഇതിൻ്റെയൊക്കെ പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റാം. അത് നിമിഷങ്ങൾ മതി ആ താളം തെറ്റാൻ. അപ്പോൾ ഭൂമിയിലാണ് എൻ്റെ കൺട്രോള്. ഈ കൺട്രോളൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ഇത് നശിപ്പിക്കുക പാടാണ്. നമ്മുടെ ബാല്യത്തിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അമേരിക്ക അയച്ച ഒരു സാറ്റലൈറ്റ് അതിനെ തകർക്കാൻ രക്ഷയില്ലാതെ അവസാനം ഒരു വിധത്തിൽ കൊണ്ട് സമുദ്രത്തിൽ അടിച്ചു കളഞ്ഞ വാർത്തയൊക്കെ വായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിൽ ഇതൊന്നും ആണെന്നല്ല പറഞ്ഞു വരുന്നത്. ഇതേപോലെയോ വിശദീകരിക്കാനാവാത്ത മറ്റൊരു കണ്ടെത്തലോ വന്നിട്ട് മനുഷ്യനിർമ്മിതമായ എന്തോ ഒരു വസ്തു യോഗജ്ഞാനി പറയാൻ സാധിക്കുന്നില്ല. കാരണം ആവിഷ്കൃതമായൊരു കാലഘട്ടത്തിൽ പ്രപഞ്ചം ഇങ്ങനെ ആകുമെന്നൊന്നും കാണാത്തൊരു കാലഘട്ടത്തിൽ കാഴ്ച അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. തീ കത്തുന്ന വന്മല പോലെ ഒന്ന് കടലിൽ വീണു, സമുദ്രത്തിൽ വീണു, എന്നിട്ട് രക്തമായി തീർന്നു. അപ്പോൾ കളർ മാറുന്നു സമുദ്രത്തിൻ്റെ, രക്തമായി തീർന്നിട്ട് പിന്നെ പിന്നെ അപ്പോൾ അതൊക്കെ അർത്ഥം നമുക്ക് മനസ്സിലാകുമല്ലോ. സമുദ്രത്തിലുണ്ടായ നാശനഷ്ടമാണ്. പിന്നെ ഇവിടെ പറയുന്ന നക്ഷത്രം അക്ഷരാർത്ഥത്തിലൊരു നക്ഷത്രമല്ല. കാരണം പിന്നെ അവനെന്നാണ് വിളിക്കുന്നത് അല്ലേ? ആണോ നോക്കി, അപ്പല്ലോൻ എന്ന പേര് അങ്ങനല്ലേ? വായിച്ചിട്ട് ആ ആ ആ കാഞ്ഞിര നക്ഷത്രം. ഇതിന് തത്തുല്യമായിട്ട് അപ്പുറത്താണ് അബദ്ദോൻ എന്നൊരു പേര് വരുന്നത്. നാശീകരിക്കുന്ന ടു പെരീഷ് എന്നാണ് അർത്ഥം. ടു പെരീഷ് അത് ഞാൻ പറയാം, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ശ്രദ്ധിക്കണം, കാഞ്ഞിര നക്ഷത്ര പതനം. നക്ഷത്രത്തിന് കാഞ്ഞിര ഒന്നൊന്നും പേരില്ല വാസ്തവത്തിൽ ഇത് നക്ഷത്രമല്ല ഉദ്ദേശിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇത് ഈ ദൂതഗണങ്ങളെ നക്ഷത്രം എന്ന് വിളിച്ചിട്ടുണ്ട് ബൈബിളിൽ. അങ്ങനെയല്ലേ? ഉണ്ട്. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതി, സ്വഗതികളിൽ അവ സീസറയോട് പൊരുതി. ഒരു വാക്യം കിടക്കുക ന്യായാധിപന്മാരിലല്ലേ? 21 എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെയൊക്കെ കാണുന്നത് നക്ഷത്രങ്ങളിൽ നിന്ന് മനുഷ്യൻ യുദ്ധം ചെയ്തു, പൊരുതി. നക്ഷത്രങ്ങൾ മനുഷ്യന് വേണ്ടി യുദ്ധം ചെയ്തു. ഈ നക്ഷത്രമെന്ന് ദൂതനെ വിളിച്ച ഒത്തിരി ഭാഗമുണ്ട്. മോർണിംഗ് സ്റ്റാർ എന്ന് വിളിക്കുകയാണ് അല്ലേ? അരുണോദയപുത്രനായ ശുക്ര, ഓ ലൂസിഫർ എന്ന് ഹീബ്രുവിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ദൂതൻ്റെ സാന്നിധ്യമാണോ അല്ല ഒരക്ഷരാർത്ഥ നക്ഷത്രമാണോ? നക്ഷത്രം ഇങ്ങനെ വീഴേണ്ട കാര്യമില്ല. ശരിക്കും ഇത് കണക്ട് ചെയ്ത് അപ്പുറത്ത് വായിക്കണം. 3-ാം കലശം വായിച്ച് ആ ആ ആ ആ അവിടെ നിൽക്കട്ടെ. ഇനി കാഹളം 3 വായിച്ചു ഒന്നുകൂടെ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനിർമ്മിതമായ ഇടപാടുകളാൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ദൂതനുണ്ടെന്ന് നമുക്കറിയാം. മനുഷ്യൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും മനുഷ്യൻ്റെ ക്രോധം നിന്നെ സ്തുതിക്കും നിശ്ചയമെന്ന് വചനം പറയുകയാണ്. സ്തോത്രം. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യനുണ്ടാക്കുന്ന ശാസ്ത്ര ഗവേഷണങ്ങളുടെയും അന്വേഷണങ്ങളുടെയൊക്കെ പരിണിതി ഫലമായിട്ട് വികസനമെന്നൊക്കെ ഞങ്ങൾ സങ്കല്പിച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, സാറ്റലൈറ്റ് പോലെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കൺട്രോൾ ദൈവത്തിൻ്റെയാണ്. ആ കൺട്രോളും വിട്ട് ദൈവം അനുവദിക്കുമ്പോൾ അവ താഴെ വീഴുന്നു, പ്രകൃതിക്ക് നാശം വരുന്നു. കൺട്രോൾ ദൂതൻ്റെയാണ്, അക്ഷരാർത്ഥത്തിലെ നക്ഷത്രമല്ല. മനസ്സിലായല്ലോ? അപ്പോൾ അത് ഭൂമിയിലെ വെള്ളമൊക്കെ കഴിച്ചുപോയി എന്ന് കാണുകയാണ്. അപ്പോൾ വെള്ളത്തിന് വന്ന മാറ്റമാണ്. ദെൻ അടുത്തത് അത് മനസ്സിലാക്കേണ്ടത്, ഈ സൂര്യൻ ഒരിക്കൽ അതിൻ്റെ ഇന്ധനപ്പുര എരിഞ്ഞു തീരും എന്ന് തന്നെ വചനം പറയാണ്. വചനം മാത്രമല്ല, ശാസ്ത്രവും സമ്മതിക്കുന്നു. സൂര്യൻ ഒരിക്കൽ അതിൻ്റെ
ആ ഉൾക്കാമ്പിൽ ഇരുട്ടാണെന്നറിയാമല്ലോ, അഗാധ ഗർത്തമാണ് സൂര്യൻ്റെ ആ കോറ്, അങ്ങനെ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് വരികയാണ്. അങ്ങനെ ധാരാളം വേറെ ഗോളങ്ങളുണ്ട്. ആ ഗോളങ്ങളെയാണ് നമ്മൾ കുള്ളന്മാരെന്നൊക്കെ വിളിക്കുന്നത് അല്ലേ. വലിയ ഗോളങ്ങൾ. അപ്പോൾ ഇതിൽ അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ധാരാളം ഗോളങ്ങളുണ്ട്. ഭൂമിയുടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് മടങ്ങ് വലിപ്പമുള്ള വലിയ ഗോളങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, കത്തിത്തീർന്നാണവ. അപ്പോൾ ഈ ഗോളങ്ങളുടെ അരികിൽ കൂടി തേജോഗോളങ്ങൾ പോയാൽ ഇവ തമ്മിൽ അടുത്തു വന്നാൽ ഈ ഇരുട്ടുള്ള ഗോളം ഇവയെ ആകർഷിച്ച് വിഴുങ്ങും, അതും കെട്ടുപോകും. പിടിയോ, ഈ വലിയ ഗോളം ചെന്ന് ഈ കുഴി ചാടി അതിൻ്റെ തേജസ്സൂടെ നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മളും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിച്ചോണം. ഇത്തിരി ഇരുട്ടുള്ള ഒത്തിരി ഗോളം ഇതുവഴിയും നടപ്പുണ്ട്. ഉള്ള കൃപ കളഞ്ഞ് അങ്ങോട്ട് കൂടരുത്. കാരണം എന്താ, ആ കുഴിയിൽ അവൻ നമ്മളെ ചാടിക്കും അല്ലേ. വക്രഗതിയുള്ള നക്ഷത്രങ്ങളെന്ന് യൂദായുടെ ലേഖനത്തിൽ വാക്യം കിടപ്പുണ്ട് അല്ലേ. വക്രഗതി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കേണ്ട ഒരു ഓർബിറ്റലുണ്ട്, അത് വിട്ട് സഞ്ചരിക്കുക, പോകേണ്ട ഒരു പാതയുണ്ട്. അത് വിട്ട് പോകുന്നിടത്തൂടെ പോകുന്ന വഴിക്ക് ജ്വലിച്ച് നിൽക്കുന്ന നക്ഷത്രത്തെ കണ്ടാൽ അത് വിഴുങ്ങും. ഞാനതുകൊണ്ട് പറയാറുള്ളത്, ഈ പോസിറ്റീവായി ചിന്തിക്കാത്ത ആളുകളുടെ കൂടെ നമ്മൾ നമ്മളും തകർന്നു പോകും. ചിലരൊക്കെ കർത്താവിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നെങ്കിലും ഒരു പ്രത്യാശയില്ല, ഒരു ചൈതന്യമില്ല. അപ്പോൾ നമുക്കൊരു സംശയം, ഇവർ ഈ സേവിച്ച കർത്താവ് ആരാന്ന കാര്യത്തിലാണ് ഈ സംശയം. ഒരു കഴിവുമില്ലാത്ത ഒരാളെ സേവിച്ച പോലെ നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു നക്ഷത്രത്തെ കണ്ടു, അതിൻ്റെ പ്രത്യേകത കണ്ട് ഇവിടെ കണ്ടു സൂര്യൻ അത് എക്സ്പാൻഡ് ചെയ്ത് വരുന്നു, അതിലെ ഇരുട്ട് അത് 3-1 വർദ്ധിക്കുന്നു. ഈ കാഴ്ച കണ്ടത്. അപ്പോൾ സൂര്യനിൽ ഇത്തരം പ്രശ്നമുണ്ടാകുന്നു. സൂര്യനിൽ പ്രശ്നമുണ്ടാകുന്നത് കൊണ്ട് ചന്ദ്രനുണ്ടാകുന്ന അത്ഭുതമില്ല. കാരണം ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്ന ഗോളമല്ല, റിഫ്ലക്ഷനാണെന്നറിയാമല്ലോ. ശരി, അടുത്ത പിന്നെ കാഠിന്യം കൂടാൻ പോവാണ്. അപ്പോൾ എന്ത് പറ്റി? വായിച്ചോളൂ. ഇത് പുതിയൊരു സംഗതിയാണ്. ഇത് പഠിക്കാനുണ്ട്. അഗാധ കൂപം, ബോട്ടംലെസ് പിറ്റ്. ഗ്രീക്കിൽ പറയുന്നു ആബീസ്, ABYSS. ആബീസ്, അഗാധ കൂപം തുറന്നു, ബോട്ടംലെസ് പിറ്റ്. ഇവിടെ മുതൽ ഒരല്പം വ്യത്യസ്തമല്ല, ഒരല്പം കൂടെ ശ്രദ്ധ തരണം. സമയം എന്തായി? 7:15. എങ്കിലും നമുക്കൊന്ന് ഗ്രഹിച്ച് ഒരാമുഖം കുറിച്ച് പോവാം. 15 മിനിറ്റുണ്ട്. ഈ ഭൂമിക്ക് ഈ നരകം സ്വർഗം എന്നൊക്കെ പറയുന്ന ആ ചിന്തയിലേക്കൊന്ന് പോവാണ്. ഇത് ഗ്രഹിക്കാൻ ആദ്യം വേണ്ടത് ധനവാന്റെയും ലാസറിൻ്റെയും വിശദീകരണമാണ്. ചിലത് കഥയാന്ന് പറയാറുണ്ട്, കഥയല്ല. കാരണം യേശു സകല ഉപമകളിലും ഉപമയിൽ വരുന്ന ആളിൻ്റെ പേര് പറയാറില്ല. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽക്കാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. മണവാളിൻ്റെ പേര് പറഞ്ഞോ തമ്പിക്കുഞ്ഞെന്ന്? ഇല്ല, ആളുടെ പേര് പറഞ്ഞില്ല. ഇവിടെ പേര് പറഞ്ഞു. എന്താ പേര്? ലാസർ. ധനവാൻ്റെ പേര് പറഞ്ഞില്ല. അംബാനിയാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് അകപ്പാടറിയാവുന്ന ലാസറിൻ്റെ പേരാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ പേര് കറക്റ്റ് പറയുക. അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. ആ സംഭവത്തിൽ ലാസർ പറയുക, എനിക്കും നിനക്ക് ഇടയിൽ ഒരു പിളർപ്പുണ്ട്, ഒരു പിളർപ്പ്. ഈ ലാസർ പോയത് സ്വർഗത്തിലല്ല, ധനവാൻ പോയത് നരകത്തിലും അല്ല. ആ സ്ഥലത്തിൻ്റെ പേര് കിടപ്പുണ്ട്, യാതനാസ്ഥലം. അദ്ദേഹം പോയ സ്ഥലത്തിൻ്റെ പേരുണ്ട് പറുദീസ. അങ്ങനല്ലേ? അപ്പോൾ ഈ പറുദീസ എന്നതൊരു പേർഷ്യൻ വേർഡാണ്, പാരഡൈസ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വെളിച്ചം വസിക്കുന്ന ഇടം എന്ന് മാത്രമാണ്. ഈ പറുദീസയ്ക്കും യാതന സ്ഥലത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് പിളർപ്പ്. അഗാധ കൂപ ഈ പറഞ്ഞു വരുന്നത്. പിടികിട്ടിയ അവിടെ ഇല്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. 3 ലെയറുകളാണ് ഞാൻ കാണിച്ചെന്ന്. 3 ലെയറുകൾ. ഒന്ന് പറുദീസ, അപ്പുറത്ത്
യാതനാസ്ഥലം, ഇടയ്ക്കെന്താ? പിളർപ്പ്. അപ്പോൾ ഇന്നിത് മൂന്നിൽ ഒരെണ്ണത്തിൻ്റെ ഫംഗ്ഷനേ നടക്കുന്നുള്ളൂ. കാരണം അന്ന് മരിക്കുന്ന നീതിമാന്മാരുടെ ആത്മാക്കളെ കൊണ്ടുചെല്ലുന്ന സ്ഥലമാണ് പാതാള പറുദീസ. അതിനൊക്കെ തരാം ഞാൻ. അന്ന് മരിക്കുന്ന അനീതി ചെയ്യുന്ന പാപികളെ കൊണ്ടിടുന്ന സ്ഥലമാണ് യാതന സ്ഥലം. ഞാൻ അതിനോട് പറയുന്നൊരു മാനുഷ്യ ഉദാഹരണം പറയാം. തടവിന്നുകൊണ്ട് ഗാന്ധിജിയൊക്കെ തടവിലിട്ടിട്ടുണ്ട്. ഗാന്ധിജിയെ തടവിലിട്ടത് ആഘഖാൻ പാലസിലാണ്. എല്ലാ സൗകര്യമുള്ളിടത്താണ്. കാരണം അദ്ദേഹം തീവ്രവാദിയല്ല, രാഷ്ട്രീയ തടവാ. സൗകര്യങ്ങളൊക്കെ കൊടുത്തു. കാരണം ഇപ്പോൾ തടവിലിട്ടേ പറ്റൂ, നിയമമാണ്, പീഡനമൊന്നുമില്ല. അതുപോലെയല്ല ക്രിമിനലിനെ പിടിച്ചാലിടുന്നത് മറ്റൊരിടത്ത്, ന്യായവിധി വരെ ഇവരിവിടെ കിടക്കണം. പക്ഷെ നമുക്കിന്ന് ഇങ്ങനെ കിടക്കേണ്ടാത്തതിൻ്റെ കാരണം എന്താ? നമ്മൾ മരിച്ചാൽ പാതാള പറുദീസയിൽ പോവില്ല. കാരണം ഈ പാതാള പറുദീസയിലേക്ക് ഒരുവനൊരിക്കൽ ചെന്നു. ആരാ? നമ്മുടെ കർത്താവ്. ഏതന്യ മനോഹാരിത നശിപ്പിച്ചിട്ട് മനുഷ്യൻ പുറത്ത് ആക്കി ദൈവം മനുഷ്യനെ. ഏതന്യ മനോഹാരിതയും അവിടുത്തെ അച്ചടക്കവുമൊക്കെ നശിപ്പിച്ച മനുഷ്യനെ പുറത്താക്കിയിട്ട് ഈ പറുദീസയ്ക്ക് ഒരു കാവൽ വെച്ചു. 2 കാവലാണ് വെച്ച്. ഒന്ന് കറങ്ങുന്ന വാള് വേറെ, കെരൂബ് വേറെ. കെരൂബിനെ അതിന് കാവൽ നിർത്തിയിരിക്കുക, ഈ കറങ്ങുന്ന വാളിന്. ഇങ്ങോട്ട് കടക്കല്ലെന്ന് പറഞ്ഞ് വിട്ട് ആദം പുറത്തുപോയി. ആദ്യം മനസ്സിലാക്കേണ്ടത് ഏദൻ തോട്ടമെന്നല്ല, ഏദനിൽ ഒരു തോട്ടമെന്നാണ്. സ്ഥലത്തിൻ്റെ പേരാ ഏദൻ, തോട്ടം വേറെ. മനസ്സിലാകുന്നോ? അത് ഹീബ്രു വേർഡ് ഗ്യാൻ എലോഹീം, യഹോവയുടെ തോട്ടം, ദൈവത്തിൻ്റെ തോട്ടം. ഗ്യാൻ എലോഹീമിൽ നിന്ന് അവനെ പുറത്താക്കി, ഏദനിലുള്ള ആ സ്ഥലത്തുനിന്ന് പുറത്താക്കി. ഏദൻ പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ ഈ പറുദീസ എന്ന നിലയിൽ കാണാൻ പറ്റിയ സ്ഥലം ലാസർ കിടക്കുന്ന സ്ഥലമാണ്. ഈ സിസ്റ്റം എടുത്ത് ദൈവം ഭൂമിയുടെ അധോഭാഗങ്ങളിലാക്കി. അപ്പോൾ മരിച്ച കർത്താവ് ആ ശരീരം, ബോഡി അവിടെ കൊണ്ടുവച്ചു. പിന്നെ നമുക്കൊന്നും അറിയത്തില്ല, അടച്ചു പൂട്ടിയിട്ട് പോകുന്നു ആൾക്കാർ. പക്ഷെ കർത്താവ് അവിടെ ചുമ്മാ ഇരിക്കല്ല. ഹിസ് ബോഡി ഈസ് ഇൻ ഗ്രേവ്, ബട്ട് ഇൻ സ്പിരിറ്റ് ഹി എൻറ്റേർഡ് ഇൻടു ഷിയോൾ. ഷിയോൾ അർത്ഥം പാതാളം. അവൻ ശരീരം അവിടെയുണ്ട്, ആത്മാവിൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന്. ശരിക്കും ആത്മാവെന്നല്ല ശരിക്കും പ്രയോഗം, ദേഹിയിൽ അവൻ അങ്ങോട്ട് ഇറങ്ങിയെന്നും പറയാം, ആത്മാവിലെന്നും പറയാം. അത് ഇൻ്റർ കണക്റ്റഡാണ്. അപ്പോൾ ശരീരം അവിടെയുണ്ട്, ആത്മാവിലിറങ്ങി അവിടെ ചെല്ലുമ്പോൾ അനേക വർഷങ്ങളായി അടയപ്പെട്ട് കിടന്ന പാതാള പറുദീസ അതിന് മുന്നമേ തുറന്നു. വഴി സുഗമമായി. എന്താ കാര്യം എന്നറിയണ്ടേ? അവിടെ കറങ്ങുന്ന വാളേ ഉണരുക, ഇടയനെ വെട്ടുക. അങ്ങനെ സക്കറിയ പ്രവചിക്കുന്നത്. മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ദൈവനായ വിധിയുടെ വാള് യേശുവിൽ പതിച്ചപ്പോൾ, പിതാവേ നീ എന്നെ കൈവിട്ടതെന്ന് യേശു കരയുന്നു. ഒടുവിൽ അതേ കർത്താവ് തീരുമ്പോൾ പറയുക, എൻ്റെ ആത്മാവിനെ നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. വിട്ട കയ്യിലേക്ക് ആത്മാവിനെ ഏൽപ്പിക്കുന്നു. രണ്ടും പിതാവാണ് ചെയ്യുന്നത്. ഒടുവിൽ ആത്മാവിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ കിടക്കേണ്ട ആളുകളെല്ലാം കിടപ്പുണ്ട്. ആർക്കും തുറക്കാനാവാത്ത ഈ കവാടം തുറന്നവനെ കണ്ട് അവരത്ഭുതം കൂറി നിൽക്കുകയാണ്. കാരണം അവിടെ നീതിമാന്മാർ വിശ്രമിക്കുകയാണ്. ആദ്യ നീതിമാനായ ഹാബേൽ മുതൽ ഇന്ന് വരെയുള്ള നീതിമാന്മാർ വിശ്രമിക്കുമ്പോൾ, അന്ന് യേശു വരെയുള്ള അബ്രഹാമുണ്ട്, ഇസ്ഹാക്കുണ്ട്, യാക്കോബുണ്ട്, ദാവീദുണ്ട്. അവരെല്ലാം അവനെ നമിക്കുമ്പോൾ അവൻ ബദ്ധന്മാരെ പിടിച്ചു. ഇവരെല്ലാം പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കരേറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. വീണ്ടും എഫേസ്യരെഴുതി പറയുക, അതുകൊണ്ട് അവൻ കയറി എന്നതിനാൽ ഇറങ്ങിയെന്നും വരുന്നില്ലയോ. ഇവരെ കൊണ്ടുയർത്തെഴുന്നേറ്റ കർത്താവ് വരും വരവിൽ മറിയോടിച്ചെന്ന് അവൻ്റെ പാദാന്തിയെ വീഴാൻ തുടങ്ങി, കെട്ടിപ്പിടിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, എന്നെ തുടരുത്.
കാരണം പറഞ്ഞു, ഞാൻ ഒരു ജോലി അക്കംപ്ലിഷ് ചെയ്യാനുണ്ട്, എന്നെ ഏൽപ്പിച്ച ജോലി പിതാവിൻ്റെ അരികിൽ നിവർത്തിച്ചിട്ട് ഇവിടെ വരും. ഇതേ കർത്താവ് ആ ജോലി കഴിഞ്ഞോട്ട് വന്നിട്ട് നമ്മുടെ തോമാച്ചനെ കണ്ടിട്ട് പറഞ്ഞു, എന്നെ തൊട്ട് നോക്കിയ കുഞ്ഞെ. മനസ്സിലായ വ്യത്യാസം? മറിയോട് തുടരുത്, കാരണം ഞാനിതുവരെ പോയിട്ടില്ല, പോയിട്ടിങ്ങ് വരും. പോയിട്ട് വന്നവൻ തോമസിനോട് പറഞ്ഞെന്താ, എന്നെ തൊട്ട് നോക്ക്, ഞാൻ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലം മനസ്സിലായോ? അപ്പോൾ ഇന്ന് മരിക്കുന്ന ആൾ ഇവിടേക്കൊന്നും ആത്മാവ് പോകുന്നില്ല, പിന്നെ എങ്ങോട്ട് പോകും? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു, അവനിലുണ്ട്. അപ്പോൾ അത് പിടികിട്ടി എങ്ങനെയാണെന്ന് മനസ്സിലായോ? അവിടെ പറയാം, ഇതുവരെ മരിച്ചുപോയ ആളുകളെല്ലാം ഇങ്ങനെ മുഷിഞ്ഞ് ബോറടിച്ചിരിക്കുകയല്ല ക്രിസ്തുവിൽ. ഞാനതൊരു അനുഭവത്തിൽ നിന്ന് പറയാം. നിങ്ങൾ ഈ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകൾ കഠിനാധ്വാനം കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ സമയവും കാലം ഒന്നും പോകുന്ന അറിയാതെ ഉറങ്ങില്ലേ? ആ ഉറക്കത്തിൻ്റെ തീവ്രതയിൽ എങ്കിലും എവിടെയോ ഒരു പരിസര ബോധമുണ്ട്, ഇല്ലേ? ഇല്ലേ? ഉണ്ട്. ഇന്ന് ഞാൻ അങ്ങനെ എൻ്റെ സങ്കല്പം അത് 2000 ആണ്ടപ്പുറത്ത് മരിച്ചുപോയവനും ക്രിസ്തുവിൽ ഇങ്ങനെ കഴിയുക. എന്നാൽ കാഹളം കേൾക്കുമ്പോൾ അവൻ ഉയർക്കുകയും നമ്മൾ രൂപാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറക്കം ഉണർന്ന പോലെ അവന് തോന്നുള്ളൂ 1000 സംവത്സരം നിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞ ഒരു ദിവസം പോലെ ഇരിക്കുന്നു. അല്ല, അവർ മുഷിഞ്ഞൊന്നും ഇരിക്കുകയല്ല. പിടികിട്ടിയോ? ശരീരം വിട്ട ആത്മാക്കൾ അത്ര സുരക്ഷിതരായിട്ട് ക്രിസ്തുവിലിരുന്നെങ്കിൽ ഇത്രേ ഉള്ളൂ, അവരങ്ങ് ഉയർക്കും, നമ്മൾ രൂപാന്തരപ്പെടും. ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടും. അവരൊരുമിച്ചാണ് പോകുന്നത്. പിതാവിൻ്റെ അരികിൽ ഇവരെ അങ്ങോട്ട് ഏൽപ്പിച്ചപ്പോൾ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒറ്റ സ്ഥാപനം യാതനാസ്ഥലമാണ്. കാരണം പാവിക്കൊരു ന്യായവിധി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഗദരേശത്തെ പുള്ളിക്കാരൻ പറയുകയാണ്, ഞങ്ങളെ സമയത്തിന് മുമ്പ് ദണ്ഡിപ്പിക്കരുത്. എങ്ങോട്ട് അയക്കരുതെന്നാണ് പറഞ്ഞേ? കണ്ടോ, ഈ സ്ഥലത്തോട്ട് ഇപ്പോൾ വിടരുതെന്ന്. അവർക്കറിയാം ഒരു ദിവസം ഒരു പണി കിട്ടും, അതുകൊണ്ട് സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കരുത്. അവയെന്ന് എങ്ങോട്ട് കയറി? പന്നികളുടെ മീതെ. ആ പന്നികൾ കടും തൂക്കമായിട്ട് എടുത്ത് ചാടി. ഇസ്രയേലിൽ പോയിട്ടുള്ളവർക്കൊരു കാര്യം അറിയാം, ഇപ്പോഴും ഈ ജാതികളുടെ ഗലീലിയ എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ പോകുമ്പോൾ അതുപോലെ പന്നികൾ നടപ്പുണ്ട് അവിടെ. പന്നി എന്ന് പറഞ്ഞാൽ നിസാര പന്നിയല്ല, പടുകൂറ്റൻ പന്നി. ഭക്ഷിക്കാനൊന്നും നോക്കിയല്ല, അത് നിയമവിരുദ്ധമാണ് പന്നിയെ ഭക്ഷിക്കുന്നത്. പക്ഷെ കൊന്നേ പറ്റുള്ളൂ. അതിന് കൊല്ലാൻ ആളിനെ നിർത്തിയിരിക്കുക. ഇത് കൃഷിയിടം നശിപ്പിക്കുന്നു. അതുകൊണ്ട് പന്നിയാണോ കൃഷിയാണോ പ്രധാനം എന്ന് ചോദിച്ചാൽ അവർ പറയും കൃഷിയാണ്. നമ്മുടെ നാട്ടിൽ മനുഷ്യൻ്റെ ജീവനാണോ പന്നിയാണോ എന്ന് ചോദിച്ചാൽ പറയും പന്നിയെ കണ്ടാൽ സല്യൂട്ട് അടിച്ചോണമെന്ന്. പിടികിട്ടിയോ? ഇസ്രയേലിൽ ചെന്നാൽ മനസ്സിലാകും. നമ്മുടെ നാട്ടിലെ പോലെ ഈ ലോക്കൽ പന്നിയൊന്നുമല്ല, ഭയങ്കര പന്നി. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പന്നികൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പണ്ട് ആ കടുന്തൂക്ക് ചാടിയ പന്നിയില്ലേ, അതിൻ്റെയൊക്കെ കൊച്ചു പന്നിയായിരിക്കും. ന്യൂ ജനറേഷനിൽപ്പെട്ട പന്നിക്കുണ്ടല്ലോ അങ്ങനെയൊക്കെ അല്ലേ. ഒരു പുതുതലമുറയിൽപ്പെട്ട ഓട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ജീവികൾ അവിടെ പോയി ഞങ്ങളെ പാതാളത്തിലേക്ക് വിടരുതെന്ന് അങ്ങനെ എഴുതിയിരിക്കുന്നത്. എനിവേ, അപ്പോൾ പാതാളമുണ്ട് അവയ്ക്ക്. ഈ പാതാളം എന്ന പദത്തിന് 2-3 രീതിയിൽ അത് പരിഭാഷപ്പെടുത്തുന്നുണ്ട്. ഗ്രേവ് അഥവാ ശവക്കുഴി എന്നുണ്ട്, ഒറിജിനൽ പാതാളമുണ്ട്. ഓക്കെ, പാതാളം ഷിയോൾ. ഇതിലാണ് ഇന്ന് രക്ഷാനുഭവമില്ലാത്തവനെ, ക്രിസ്തുവിലല്ലാത്തവനെ കൊണ്ടിടുന്നത്. അവിടെ യാതനയുള്ളത് സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. കാരണം ശിക്ഷാവിധി അവന് വന്നു കഴിഞ്ഞു. ഓക്കെ, അവനവിടെ കിടക്കും, മറ്റൊരു ക്രിസ്തുവിലാണ്. ഇപ്പോൾ ഇത് രണ്ടുമല്ലാത്തൊരു സ്ഥലമുണ്ട്, അഗാധ കൂപം. അത് തുറന്നെന്നാണ് ഇപ്പോൾ വായിച്ചത്. പിടികിട്ടിയോ? മനസ്സിലായത്? രണ്ടുമല്ലാത്തൊരു സ്ഥലം. അവിടെ ചില എണ്ണത്തെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് ലൂസിഫറും കൂട്ടരൊന്നുമല്ല, പാപം ചെയ്ത ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ ന്യായവിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിൽ അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് ലൂസിഫറാണോ? ലൂസിഫർ ആണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഭൂതത്തെയൊക്കെ ശാസിക്കേണ്ട കാര്യമുണ്ട്? അവനെ പൂട്ടിയിട്ടേക്കല്ലേ. ഇത് വേറെയാ കക്ഷി. അതൊക്കെ അറിയാൻ നമുക്ക് നാളെ കൂടാം. സന്തോഷമല്ലേ? അപ്പോൾ അതിൽ ഇന്ന് പിരിയുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഇന്നൊരു ഗുണമുണ്ടായി. ഇന്ന് മാത്രമായിട്ട് ക്ലാസ് കേട്ട ആളുകൾക്കൊരു ഗുണമുണ്ടായി. അവർ മുദ്രയും കേട്ടു, കാഹളവും കേട്ടു, കലശവും കേട്ടു. ഇനി അന്ത്യകാഹളം കേട്ടാൽ മതി. അതിനുള്ള അവസരം നഷ്ടമാക്കല്ല് എന്ന് മാത്രം ഞാൻ പറഞ്ഞ് ഇന്ന് പിരിയുന്നു. കർത്താവിൻ്റെ കരുണയും
കൃപാകടാക്ഷങ്ങളും നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.